Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के मधुर नाम में सभी पवित्र जनों को प्रेम का वंदना. നമ്മളാരും കാണാത്ത പ്രതീക്ഷിക്കാത്ത ഒരു ദിവസത്തേക്ക് വീണ്ടും കർത്താവ് നമ്മെ നടത്തിയിരിക്കുക. हम लोग कभी सोच नहीं सकता था ऐसा दिन में प्रभु ने एक नया दिन देकर उस दिन में प्रवेश किया है. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി ഈ പ്രഭാതം കാണുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. गए रात को हम सोएंगे और इस तरह आज का सवेरे देखेंगे करके हमने किसी ने भी सोचा नहीं था. എന്നാൽ ദൈവം നമ്മളെ ഉണർത്തി. लेकिन प्रभु ने हमको उठाया, നമുക്ക് ഒരു ദിവസം ഇവിടെ നൽകി. हमको और एक दिन दिया. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. हमारा प्रभु कितना भला है. അവിടത്തേക്ക് സകല മഹത്വം നമുക്ക് അർപ്പിക്കാം. वो इसलिए सारा महिमा हम उनको दे. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ हम जब प्रभु के वचन की ओर जब देखते हैं, നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. रोमियो का पुस्तक उसका 5वां अध्याय वाक्य 8 में हम पढ़ते हैं. रोमियो 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. Romans chapter 5:8. परंतु परमेश्वर हम पर अपने प्रेम की भलाई इसी रीति से प्रकट करता है कि जब हम पापी ही थे तभी मसीह हमारे लिए मरा. അപ്പോൾ ദൈവം തന്റെ സ്നേഹത്തെ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? तो परमेश्वर ने अपने प्रेम को किस रीति से प्रकट किया? തന്റെ പുത്രന്റെ മരണത്തിലൂടെ. अपना पुत्र का मृत्यु के द्वारा. അതെങ്ങനെയുള്ള സ്നേഹമാ? वो किस रीति का प्रेम है? നമ്മളെ സ്നേഹിച്ച് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് നൽകിയ സ്നേഹമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. हमें हमसे प्रेम करके हमें अपने ही पुत्रों को बलिदान के रूप में अर्पण कर इस तरह का पुत्रों को क्रूस में मरने की वजह से हम देखते हैं कि पिता का प्रेम हम पर प्रकट हुआ. Praise the Lord. Praise the Lord. നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? तो इतना बड़ा प्रेम हमको हमारे ऊपर प्रकट हुआ है करके ये बात आप समझ सकते हैं क्या? Praise the Lord. Praise the Lord. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. क्योंकि ये जो प्रेम जो हमारे ऊपर प्रकट हुआ है इसका कभी हम वर्णन नहीं कर सकते. ആ ക്രൂശിൽ കിടക്കുന്നത് ആരാണ്? क्योंकि क्रूस में कौन है जो टंगाया गया है? ഇത്രമാത്രം വിരൂപനാക്കപ്പെട്ടത് हमारे लिए इतना बेरूप हो गया. ആർക്ക് വേണ്ടി? किसके लिए? താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? उन्होंने कुछ गलती किया क्या? ഇല്ല. नहीं. നമ്മുടെ പാപത്തിന്റെ ഭയങ്കരതയാണ് നമ്മൾ ആ ക്രൂശിൽ കാണുന്നത്. हमारा पाप का भयानक अवस्था की वजह से प्रभु को हम वहां पर क्रूस में देखते हैं. പ്രിയമുള്ളവരെ, കർത്താവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിടുതലിന്റെ ആ മാധുര്യം നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടോ? क्या इसके लिए हमें पाप से मिला हुआ छुटकारा का विषय में जो छुटकारा का अवस्था है उसका सुंदरता को हम लोग अनुभव कर सकते हैं क्या? നമ്മൾക്ക് ആർക്കും നമുക്ക് സ്വയം രക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. क्योंकि हमें कोई भी अपने आप को बचा नहीं सकते थे. നമുക്കറിയാം, നമ്മള് അതിനെക്കുറിച്ച് അവിടെ അതേ റോമർ 5:6 വായിക്കുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ എന്നാണ്. वहाँ पर वही रोमियो का 5:6 में हम पढ़ते हैं कि जब हम कमजोर थे या निर्बल थे, അപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. तभी प्रभु सही समय पर अभक्त लोगों के लिए मरा. അത് എത്ര വലിയ ഉന്നതമായ ഒരു കാര്യമാണ്. वो भी कितना बड़ा उन्नति का बात है ना. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. हम जब निर्बल ही थे तभी प्रभु सही समय पर आकर हम जैसे अभक्त लोगों के लिए प्रभु मरा. അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, और उसमें 10वां वाक्य में पढ़ते हैं, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. हम जब शत्रु ही थे तो तब परमेश्वर ने अपने पुत्र का मृत्यु के द्वारा हमें परमेश्वर के साथ मेल मिलाप किया. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു? इसलिए प्रभु यीशु मसीह का मृत्यु किस किस बातों के लिए था? നമ്മുടെ എബ്രായ ലേഖനം 10:10 വായിക്കുമ്പോൾ इब्रानियों 10:10 में जब हम पढ़ते हैं, അവിടുത്തെ മരണം നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടായിരുന്നു. इब्रानियों 10:10 में हम पढ़ते हैं कि उनका मृत्यु हमारा पवित्रता के लिए था. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. हमारे प्रभु यीशु मसीह मरे हुए में से जी उठा. കർത്താവ് എന്തിനാണ് ഉയർത്തെഴുന്നേറ്റ്? और वो क्यों जी उठे? അത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ്. हमारा धार्मिकता के लिए है. നമ്മൾ നോക്കണേ, आमीन. കർത്താവിന് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഏത് നിലയിൽ പിതാവ് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണണം. इसके लिए हमें प्रभु का मृत्यु के द्वारा पिता परमेश्वर हमारे लिए क्या क्या अवस्था तैयार करके रखा है उसमें हमें देखना है. കർത്താവ് മരിച്ചത് കൊണ്ട് തീർന്നില്ല. क्योंकि प्रभु मर गया उधर खत्म नहीं हुआ बात. അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. वो तीसरा दिन जी उठा. എന്തിനു വേണ്ടി ഉയർത്തു? क्यों जी उठा? റോമർ 4:24 വായിക്കുന്നു, रोमियो 4:24 में हम पढ़ते हैं, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടു. वो हमारा अधर्म के लिए जब वो मारा गया था और फिर क्या उसका 25 पढ़ेंगे हिंदी में.
वह हमारे अपराधों के लिए पकड़वाया गया हाँ। और हमें धर्मी ठहराने के लिए जिलाया भी जिलाया भी गया। गया था। അപ്പോൾ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവിടെ तो നിർപ്പിക്കപ്പെട്ടു. हमारा धर्मी ठहराए जाने के लिए वो जी उठा എന്നിട്ട് അവിടെ അങ്ങോട്ട് തീർന്നു. और उधर भी खत्म हुआ गया, അവിടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ട മാത്രമേ ഉള്ളൂ. किसी उसको सिर्फ जिलाया गया, उधर से उधर ही बात खत्म होता है क्या? അങ്ങനെയല്ല. वैसा नहीं है। അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. फिर वो स्वर्ग आरोहण हुआ। എന്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് പോയി? स्वर्ग आरोहण क्यों हो गया? നമ്മുടെ വീണ്ടെടുപ്പിനായി. हमारा मुक्ति के लिए। Praise the Lord. Praise the Lord। നമ്മൾ ചിന്തിക്കണം इसलिए പ്രിയമുള്ളവരെ. जरा सोचना प्रियो। ഇബ്രായർ 9:12 അതാ വായിക്കുന്നത്. इब्रानियों 9:12 में हम ये पढ़ते हैं, നമ്മുടെ വീണ്ടെടുപ്പിനായി അവിടുന്ന് സ്വർഗത്തിലേക്ക് കടന്നു. हमारे मुक्ति के लिए हम देखते हैं कि वो स्वर्ग की ओर प्रवेश അപ്പോൾ किया। കർത്താവിന്റെ മരണവും കർത്താവിന്റെ പുനരുത്ഥാനവും കർത്താവിന്റെ സ്വർഗാരോഹണവും എല്ലാം നമ്മളോടുള്ള ബന്ധത്തിൽ, ഒരു ഭാവിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിന് യോഗ്യനാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. आमेन। इसलिए प्रभु यीशु मसीह का मृत्यु, उनका जिलाया जाना और उनका स्वर्गारोहण होना हम जैसे पापी लोगों को स्वर्गीय स्थानों में प्रवेश कराकर योग्य कराना था, वो प्रभु यीशु मसीह का कार्य। കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? आप लोगों को बातें समझ में आ रहा है क्या? നിങ്ങൾ പ്രാർത്ഥനയോട് കൂടിയാണ് ഈ വചനങ്ങൾ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. क्योंकि मैं ये विश्वास करता हूँ कि आप प्रार्थना पूर्वक ये संदेश सुन रहे हैं, നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ലളിതമായ കാര്യങ്ങളല്ല കേട്ടോ. क्योंकि हम जो बातें सुन रहे हैं वो इतना आसान बात नहीं है। അനേർക്കും സൗഖ്യം നൽകുന്ന, ആ അനുഗ്രഹം നൽകുന്ന, കാർ നൽകുന്ന, വീട് നൽകുന്ന അങ്ങനെയുള്ള സുവിശേഷം വളരെ ഇഷ്ടമാണ്. क्योंकि अभी भी बहुत सारा विश्वासी करके बोलते हैं, लेकिन उनको अभी भी चंगाई मिलना, आशीष मिलना, घर मिलना, कार मिलना, ये सब बातें अगर सुसमाचार में मिलाकर बोलेंगे तो उनको बहुत अच्छा लगता है। അവർക്ക് നിത്യതയൊന്നും അല്ല വിഷയം. उनको अनंतता में कोई उसको विषय नहीं है। അവർക്ക് ഈ ചെറിയ ലോകത്തിൽ ലഭിക്കുന്ന, ഈ ചെറിയ ആയുസിൽ ലഭിക്കുന്ന ആ നന്മകൾ നൽകുന്നവനായിട്ടാണ് അവർ അവരുടെ കർത്താവിനെ കാണുന്നത്. बल्कि उनको ये छोटा सा, ये दुनिया में रहते समय में, ये छोटा सा उम्र में जो छोटा छोटा बातें मिलते हैं, उनको प्रभु ये सब बातें देगा तो उनको खुशी है। യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇന്നും അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. सच्चाई की बातें, जो असलियत है, ये बात को देखने के लिए अभी भी बहुत से विश्वासियों का आंखें खुला नहीं है। ഇന്നും അനേകരും ആ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. आज भी बहुत विश्वासियों अभी भी पाप में बने हुए रहने की वजह से प्रभु ने हमारे लिए जो अद्भुत कार्य किया है, वो बात देखने की उनको इच्छा नहीं है। പ്രിയമുള്ളവരെ, ഇന്ന് ആരും ആദാമ്യ പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. इसलिए प्रिय, आज तक भी हमारा प्रभु यीशु मसीह जो आदम के वंश से जन्म लिया है, वो उसी में जन्म लेकर मर जाकर नरक में जाए, वो आज भी प्रभु इच्छा नहीं रखता। ദൈവം അതിനുവേണ്ടി ഇത്രമാത്രം വലിയൊരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട്. उसके लिए परमेश्वर ने उसके लिए बहुत बड़ा उद्धार का मार्ग खोला है। നമ്മൾ എന്ത് ചെയ്താൽ മതി? हमें क्या करना चाहिए? നമ്മൾ ആ സത്യത്തിൽ വിശ്വസിച്ചാൽ മാത്രം. हमें बस वो सत्य पर विश्वास करना काफी है। ഇന്ന് മനുഷ്യൻ നരകത്തിൽ പോകാൻ കാരണം ആദാമ്യ പാപമല്ല. आज मनुष्य लोग नरक में जाते हैं, उसमें आदम का पाप का कारण नहीं है, പിന്നെ എന്താണ്? बल्कि क्यों है? ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ അവർ അംഗീകരിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. बल्कि परमेश्वर ने जो उद्धार का रास्ता तैयार कर भी उस पर विश्वास नहीं किया, इसलिए लोग नरक जा रहे हैं। ഞാനൊരു വാക്യം കൂടെ നിങ്ങൾക്ക് എനിക്ക് വായിപ്പിക്കാം. उसके आधार के लिए वाक्य में पढ़ाता हूँ। യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യം. യോഹന്നാൻ का सुसमाचार 3रा अध्याय उसका 18 और 19 में हम पढ़ते हैं, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യോഹന്നാन का सुसमाचार 3रा अध्याय उसका 18 और 19, जॉन गॉस्पेल चैप्टर 3 वर्स 18 and 19। जो उस पर विश्वास करता है उस पर दंडक की आज्ञा नहीं होती। അപ്പോൾ അവരിൽ വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? तो जो उस पर विश्वास करता है उसके दंड की आज्ञा नहीं, ന്യായവിധിയില്ല. दंड की आज्ञा नहीं। Amen। കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ന്യായവിധി ഉള്ളത്. हाँ, बल्कि उन्होंने प्रभु पर विश्वास किया है नहीं, इसके लिए दंड की आज्ञा अभी भी उनके ऊपर पड़ी है। പ്രിയമുള്ളവരെ, ഈ ലോകയാത്രയില് സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവർ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? इसलिए प्रियो, जो लोग सुसमाचार के द्वारा उद्धार पाए हैं, वो लोग दुनिया में सुसमाचार बांटने का मूल्य तो आप समझ रहे हैं क्या? കാരണം നിങ്ങൾ ഇത് കേട്ട് വിശ്വസിക്കണം. क्योंकि आप लोग ये बातें सुनकर उद्धार पाना। ഇനി നമ്മൾ മുഴുവൻ ഒന്നുകൂടെ കേൾക്കാം. अभी वो वाक्य पूरा पढ़ेंगे। परंतु जो उस पर विश्वास नहीं करता वो दोषी ठहर चुका, इसलिए कि उसने परमेश्वर के एकलौते पुत्र के नाम पर विश्वास नहीं किया। और दंड की आज्ञा कारण यह है कि ज्योति जगत में आई है और मनुष्य ने अंधकार को ज्योति से अधिक प्रिय जाना,
क्योंकि उसके काम बुरे थे। അപ്പോൾ ഇന്നും അനേകർ അവരുടെ തെറ്റുകളെ വിട്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. तो आज भी बहुत लोगों को अपना अपराधों को अंगीकार करके क्षमा मांगकर मन फिराने का इच्छा नहीं है। അവർ സുവിശേഷം കേട്ടു, वो लोग सुसमाचार सुने होंगे, എങ്കിലും അത് അവർക്ക് സ്വീകരിക്കാനായിട്ട് മനസ്സില്ല. लेकिन फिर भी उनको अपनाने के लिए उनको मन नहीं है, കാരണം അവരുടെ പാപ സ്വഭാവം, പാപ പ്രവർത്തികൾ വിടുവാൻ അവർക്ക് മനസ്സില്ല. क्योंकि उनका पाप का स्वभाव को छोड़ने के लिए उनको इच्छा नहीं है। പലർക്കും ഈ ലോക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഈ സത്യവചനത്തെ വിട്ടുകളയുന്നു. बहुत बार संसार के लाभ की बातों को प्राप्त करने के लिए सत्य वचन को लोग ठुकरा देते हैं। ഞാൻ അനേകരോട് വചനം പറയുമ്പോൾ, ഒരിക്കലും ഒരു റിക്ഷ ഡ്രൈവറോട് വചനം പറയുമ്പോൾ, मैं एक बार बहुत लोगों को मैंने सुसमाचार बोला, एक बार एक रिक्शा वाले को जब मैंने सुसमाचार बोला, അപ്പോൾ അദ്ദേഹം പറയുന്നത്, സഹോദരൻ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷേ ഞാൻ ഈ റിക്ഷ ഓടിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വേണ്ടുവണ്ണം പിന്നെ പ്രയോജനപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. तो इसके लिए वो जो सुसमाचार बोलने का तो ऑटो वाला बोलता है, भाई आप जो बोल रहे हैं वो सही तो बोल रहे हैं, लेकिन ये सुसमाचार के अनुसार अगर मैं देखूं, मैं जीना जाऊं तो मैं ऑटो चलाता हूं और मैं झूठ बोले बगैर मैं कमाई नहीं कर सकता। കാരണം എന്റെ കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുന്നു, क्योंकि मेरे बच्चे लोग कॉलेज में पढ़ते हैं, അവർക്ക് ഒരുപാട് ഫീസ് കൊടുക്കണം, അവർക്ക് ഒരുപാട് വലിയ വലിയ ചെലവുകളുണ്ട്. क्योंकि उनको फीस भरना है, उसके अलावा और भी बहुत सारा खर्च की बातें उनके जीवन में आता है। അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് എനിക്ക് കള്ളം പറഞ്ഞേ പറ്റൂ. तो ऐसा है तो उनका वो सब हिसाब को अगर पूरा करना है तो मुझे झूठ बोलना पड़ेगा। അപ്പോൾ 20 മേടിക്കേണ്ട അടുത്ത് ഞാൻ 40 മേടിക്കുന്നു. तो जिधर 20 लेना चाहिए उधर मैं 40 लेता हूँ, അങ്ങനെ എനിക്ക് എന്റെ കാര്യം നടക്കുന്നു. तभी तो मेरा काम होता है। അപ്പോൾ ഈ ലോകത്തിന്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഈ സത്യവചനം കേട്ടിട്ടും അതിനെ തള്ളിക്കളയുക. तो इसके लिए संसार का कमाई के कारण की वजह से सुसमाचार सुनते समय में वो लोग ठुकरा देते हैं। നമുക്ക് തോന്നും അതൊരു സാമാന്യമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആവശ്യമല്ലേ, അതിനെന്താ തെറ്റ്? പക്ഷേ അദ്ദേഹത്തിന് മാന്യമായ നിലയിൽ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നേട്ടങ്ങൾ അദ്ദേഹത്തിന് എടുക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷെ അങ്ങനെയല്ല, താൻ കള്ളം പറഞ്ഞ് ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. तो वो तो हम लोग को सोचते रहे कि ये तो स्वाभाविक बात है ना, गरीबी है इसके लिए ऐसा कर रहा है वैसा कर रहा है करके हमें ऐसा लगेगा, लेकिन सरकार ने हमारे लिए सही रीति से, सच्चाई की रीति से कमाने के लिए अवसर रखा है और वो वैसा कमा भी सकता है, लेकिन फिर भी उसको लोगों को लूट कर, लोगों को ये करके ही उसको कमाना है। നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. आप जरा सोचिए। അപ്പോൾ ദൈവത്തിന് വചനം പറയുന്നു, അപ്പോൾ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കാതെ ന്യായവിധി വന്നു കഴിഞ്ഞു. यहाँ पर हमने क्या पढ़ा, जिसने सुसमाचार आया यहाँ पर सुना है, लेकिन वो लोग विश्वास नहीं कर रहे क्योंकि वो लोग पाप का उसको बचना नहीं है, इसलिए न्याय यहाँ पर आ ही चुका है। അല്പസമയത്ത് ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏത് വളഞ്ഞ വഴിയും അവർ തിരഞ്ഞെടുക്കുന്നു. कुछ समय का संसार का कुछ लाभ के लिए या संसार का आनंद उठाने के लिए वो लोग टेढ़ा मेढ़ा रास्ता अपनाते हैं, അപ്പോൾ നമ്മൾ പിന്നീട് അവരുടെ മുൻപിൽ ഒരു ശത്രുവായി മാറും. और जिसकी वजह से हम लोग उनके नजर में शत्रु बन जाते हैं। കാരണം അവർക്ക് ഈ സുവിശേഷമായിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാകുന്നു, കോപം ഉണ്ടാകുന്നു, അവര് നമ്മളെ ഒരു ശത്രുവിനെ പോലെ കാണും. क्योंकि ये सुसमाचार बार बार उनको बताकर सत्य का मार्ग बताते हैं तो वो लोग हम लोग को विरुद्ध मान जाते हैं, गुस्सा आता है और हम लोग से दूर होने लगते हैं, हम लोग शत्रु बन जाते हैं। നമുക്കറിയാം, ഇന്ന് അനേകരും സുവിശേഷം അറിയിക്കാത്തത് മറ്റുള്ളവർ നമ്മളോട് പിണങ്ങണ്ട, അവരുടെ ശത്രുത നമുക്ക് നേരിടേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചില ഭയങ്ങളില്ല. आज हमेशा लोगों को हम लोग लोगों को सुसमाचार नहीं बांटते। क्यों नहीं बांटते? क्योंकि बाजू वाला लोग, अरे वो हमारे विरुद्ध हो जाएगा, वो गुस्सा करेगा, उसका मूड खराब होएगा, ये सब बातें सोचकर हम लोग सुसमाचार नहीं बांटते। നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ ദൗത്യം അവൻ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നതാണ്. मैंने इसके लिए जो उद्धार पाया हुआ व्यक्ति है, तो एक उद्धार पाया व्यक्ति का सबसे बड़ा जिम्मेदारी है कि वो सुसमाचार का गवाही देना। നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുമ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ദൗത്യം നിങ്ങൾ അനുഭവിക്കുന്ന ഈ രക്ഷകനെ കുറിച്ചും ഈ രക്ഷയെക്കുറിച്ചും മറ്റുള്ളവരോട് സുവിശേഷിക്കുക എന്നുള്ളതാണ്. इसके लिए मैं सुनने वाले लोगों को मैं ये खास बात बताना चाहता हूँ। उद्धार पाने के बाद हमारे एकमात्र लक्ष्य और उद्देश्य यही है, वो उद्धार करता जो उद्धार देता है, उनके नाम में जिसको हमको उद्धार मिलता है, ये सच्चा सुसमाचार हमें लोगों को बांटना है। നിങ്ങൾ ഇത് പങ്കുവയ്ക്കുന്നതിൽ വിശ്വസ്തരാണോ? क्या इस बात को बांटने के लिए आप विश्वास योग्य है? क्या പൗലോസിന്റെ ഭാഷയിൽ ഒരു വാക്യം ഞാൻ പറയാം. प्रेरित पौलुस के भाषा में एक बात मैं पढ़ाना चाहता हूँ। 1 കൊരിന്ത്യർ 9-16 വാക്യം. पहला कोरिन्थी 9:16 में हम पढ़ते हैं। पहला कोरिन्थी 9:16। ഞാൻ സുവിശേഷം അറിയിക്കുന്ന ഇല്ല എങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. मैं 9:16 पढ़ेंगे। 9:16 फर्स्ट कोरिन्थियंस। यदि मैं सुसमाचार सुनाऊं हाँ। तो मेरे लिए कुछ घमंड की बात नहीं, क्योंकि ये तो मेरे लिए अवश्य है
यदि मैं सुसमाचार न सुनाऊं तो मुझ पर हाय। मुझ पर हाय। അപ്പോൾ നമ്മൾ സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. इसके लिए सुसमाचार बोलना ही हमारा बहुत बड़ा जिम्मेदारी है। രക്ഷിക്കപ്പെട്ടവർ അതിനുവേണ്ടി നിയുക്തരാണ്. और उद्धार पाए हुए लोग, ये सब लोग बाद नियुक्त प्राप्त किए हुए लोग हैं। അങ്ങനെ നമ്മൾ പറയുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരല്ല, നമ്മൾ അവിശ്വസ്തത കാണിക്കുന്നു. अगर ऐसा है तो सुसमाचार नहीं बांट रहे तो हम लोग परमेश्वर की ओर विश्वास योग्यता नहीं दिखाते, हम अविश्वासघात कर रहे हैं, अविश्वास हो रहे हैं। യഥാർത്ഥത്തിൽ കർത്താവിൽ അനുഭവം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാൻ കഴിയില്ല. क्योंकि एक सच्ची में जो नया जन्म पाया हुआ, उद्धार पाया हुआ विश्वासी व्यक्ति बिना सुसमाचार बांटे वो रह नहीं सकता। പ്രതികൂലം ഉണ്ടാകും നിശ്ചയമായിട്ട്. प्रतिकूल और सब बातें उसके खिलाफ आएगा, എന്നാൽ ആ പ്രതികൂലം അവര് ഒരിക്കലും വലുതായി കാണുകയില്ല. लेकिन वो प्रतिकूल जब उसके खिलाफ बनकर आते समय में ये इतना बड़ा प्रतिकूल है बोलकर वो कभी निराश नहीं होगा। ഏത് കാലഘട്ടത്തിലും സുവിശേഷത്തിനെതിരെ സർക്കാരുകളും ജനങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. क्योंकि हर एक समयों में हम देखते हैं कि विश्वासी लोग जब सुसमाचार बांटते समय में तब संसार, दुनिया, लोग सब उनके खिलाफ आए हैं। മതങ്ങൾ അതിനെതിരെ എഴുന്നേൽക്കും. धर्म के लोग उनके खिलाफ आए हैं। എന്തിന് ക്രിസ്തീയ മതം പോലും അതിനെതിരെ വരും. यहाँ तक कि मसीह धर्म भी खिलाफ आएगा। കാരണം ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. मसीह कोई धर्म स्थापना करने नहीं आया। ക്രിസ്തു ഏക മാർഗമാണ്. मसीह सच्चा मार्ग है, എന്നാൽ ക്രിസ്തീയ മതമുണ്ട്. लेकिन मसीह धर्म भी है। ഈ മതത്തിൽപ്പെട്ടവർ അവരെ ഉപദ്രവിക്കും. ये धर्म के लोग सच्चा मसीह को उपद्रव करे, सताएगा। നമുക്കറിയാം ഈ സുവിശേഷത്തിന്റെ ആരംഭ നാളുകളിൽ ये हम जानते हैं ना कि सुसमाचार के आरंभ के दिनों में അപ്പോസ്തലന്മാർക്ക് എത്രമാത്രം വലിയ പ്രതികൂലങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. प्रेरित लोगों को कितना बड़ा बड़ा कष्ट को उनको सामना करना അന്ന് पड़ा। അവർക്കുണ്ടായ അനുഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം ഞാൻ വളരെ ചുരുക്കമായി പറയാം. उन दिनों में प्रेरित लोगों को जो कष्ट हुआ है वो अवस्था क्या है करिए संक्षेप में छोटा बात में प्रेरितों का पुस्तक अध्याय 4 में हम पढ़ते हैं। 4:17 മുതൽ 4 का 17 में हम पढ़ते हैं। प्रेरितों 4 का 17 से 20, एक्ट चैप्टर 4 वर्स 17 to 20। എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിപ്പിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. प्रेरितों का पुस्तक 4 का 17 से 20। परंतु इसलिए कि यह बातें लोगों में और अधिक न फैल जाए, हम इन्हें धमकाए कि वे इस नाम से फिर किसी मनुष्य से बात न करे। तब उन्हें बुलाया और चेतावनी देकर यह कहा, यीशु के नाम से कुछ भी न बोलना और न सिखाना। परंतु पतरस और यूहन्ना ने उसको उत्तर दिया, तुम ही न्याय करो। क्या ये परमेश्वर के निकट भला है कि हम परमेश्वर की बात से बढ़कर तुम्हारी बात माने? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, उधर हम लोग क्या देखने को मिलता है, അവിടെ അധികാരി വർഗം അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. वहाँ पर अधिकारी लोग उनको धमकी दे रहा है। എന്നിട്ട് അവരോട് പറയാണ്, ഈ നാമത്തിൽ ഇനി നിങ്ങൾ സംസാരിക്കരുത്. और कहने लगे कि ये नाम से अभी तुम लोग बात नहीं करना। അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉത്തരം എന്തായിരുന്നു? तो प्रेरितों का जवाब सवाल उनका उसके विषय में प्रतिकूल क्या था, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. हम लोग जो बातें देखे हैं, जो बातें सुना है बाकी 20 में, वो बात बिना बोले हो नहीं सकता। പ്രിയമുള്ളവരെ, എത്രയെല്ലാം പ്രതികൂലമുണ്ടായാലും, कितना प्रतिकूल हमारे खिलाफ आए तो भी രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് ഒരിക്കലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാതിരിക്കാൻ കഴിയില്ല. उद्धार पाए हुए विश्वासियों को कभी भी प्रभु का गवाही दे बिगर वो बैठ नहीं सकता। അതിന്റെ 5:29 उसका 5 का 29 में हम पढ़ते हैं, അവര് വീണ്ടും പിടിക്കപ്പെട്ടു. वो लोग फिर से पकड़ा गया था। അപ്പോൾ അവർ പറയുകയാണ്, उधर भी तभी वो लोग कहने लगा, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാവുന്നു. हम लोग मनुष्य से भी ज्यादा परमेश्वर का बात मानना उचित है। Praise the Lord. മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കണം. तो मनुष्य से भी ज्यादा परमेश्वर को मानना है। എത്ര വലിയ കാര്യമാണ്. इतना बड़ी बात है। നമ്മൾ ഇന്ന് ആരെ അനുസരിക്കുന്നത്? आज हम किसको मानते हैं? നമ്മൾ ദൈവത്തെയാണോ അനുസരിക്കുന്നത് അതോ മനുഷ്യരെയാണോ? आज हम लोग मनुष्य को हम लोग सुनते हैं या परमेश्वर का बात मानते हैं? നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ അതോ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ हम ആഗ്രഹിക്കുന്നു? लोग परमेश्वर को खुश करना चाहते हैं या मनुष्य को खुश करना चाहते हैं? നമ്മളോട് തന്നെ ചോദിക്കും. हमें ये सवाल अपने आप को पूछना है। ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവവൈതലായ നിങ്ങൾക്ക് ഈ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ ഇന്ന് ഉത്സാഹമുണ്ടോ? आज हमें प्रभु यीशु मसीह नया जन्म पाए हुए ये विश्वासी लोगों को प्रभु यीशु मसीह का नाम का गवाही देने के लिए बहुत आनंद होता है क्या? നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടോ? ये बात आपसे होता है क्या? അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ऐसा अगर हम नहीं कर रहे तो ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आपसे बताना चाहता हूँ, നിങ്ങൾ ഇന്നും പാപത്തിൽ വസിക്കുകയാണ്. आप लोग आज भी पाप में बसे हैं। ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി പാപമാണ്. क्योंकि आज आप जो कर रहे हैं, जो शांत बैठना, वो पाप है। നിങ്ങൾ ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ, लेवी का पुस्तक 5 का 1 में जब हम पढ़ते हैं, ഇവിടെ വായിക്കുന്നത്, നമ്മൾ ഒരുത്തൻ സത്യവചനം കേട്ടിട്ട്
താൻ സാക്ഷിയായി കാണുകയും അറിയുകയും ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. लेवी 5 का लेविटिकस 5:1 यदि कोई साक्षी होकर ऐसा पाप करे कि शपथ खिलाकर पूछने पर भी कि क्या तूने यह सुना था जानता है, तो वह बात प्रकट न करे तो उसको अपने अधर्म का भार उठाना पड़ेगा. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കേട്ട, നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ സുവിശേഷം പങ്കുവെക്കുന്നില്ല എങ്കിൽ തിരുവചനം വളരെ വ്യക്തമായും പറയുന്നു നമ്മൾ പാപം ചെയ്യുന്നു. तो इसके लिए हमने जो सुना हुआ और हमने माना हुआ जो सुसमाचार के विषय में यदि अगर हम नहीं सुनाएंगे तो हम लोग अभी भी पाप में है. ദൈവമക്കളെ, നമ്മൾക്ക് നിശ്ചയമായിട്ടും നമ്മൾക്ക് വലിയൊരു കർത്തവ്യമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ. इसलिए बहुत बड़ा हमें जिम्मेदारी जो हमारे जीवन में है कि हम जो नया जन्म पाने के बाद हम दूसरों को भी ये सुसमाचार बांटना है. ഇന്ന് നിങ്ങൾ ആ കാര്യത്തിൽ വിശ്വസ്തരാണോ? क्या आज आप लोग इस बात में विश्वास योग्य है क्या? ഒപ്പം തന്നെ നമ്മുടെ വലിയൊരു രണ്ടാമത്തെ കർത്തവ്യം, उसी के साथ साथ दूसरा एक जिम्मेदारी हम देखते हैं. നമ്മൾ ഈ നമ്മുടെ രക്ഷിക്കപ്പെടാത്ത പ്രിയമുള്ളവരുടെ നമ്മളായിരിക്കുന്ന ദേശക്കാരുടെ എല്ലാം കാവൽക്കാരാണ്. और कितना उतना ही नहीं, हम लोग ये जो नया जन्म नहीं पाए, जिनका उद्धार नहीं हुआ है, उनका हम लोग एक रखवाले हैं. കാരണം കർത്താവ് നമ്മളെ അവരുടെയൊക്കെ കാവൽക്കാരായി, അല്ലെങ്കിൽ അവർ നശിച്ചു പോകാതെ അവർക്ക് ഭാവബോധം വരുത്തി കർത്താവിലേക്ക് നടത്തുവാൻ വേണ്ടി അവർക്കായി നമ്മളെ നിയോഗിച്ചിരിക്കുന്ന കാവൽക്കാരാണ്. हाँ, क्योंकि वो लोग भी, क्योंकि ये जो उद्धार नहीं पाए हैं, हमारे रिश्तेदार, हमारे बंधु मित्र, हमारे आसपास के पड़ोस के लोग, वो लोग नाश ना होने के लिए, वो लोग भी उद्धार का बातें पहचान सके, समझ सके, इसलिए उनके लिए रखवाली का जिम्मेदारी प्रभु ने हमको दिया है. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവചനം മനസ്സിലാക്കണം. इसलिए उद्धार पाए हुए हर एक विश्वासी लोग ये बात जानना है. നമ്മൾ എസേക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യം വായിക്കുമ്പോൾ एजेकिएल का पुस्तक 3रा अध्याय उसका 17 और 18 पढ़ते समय में एजेकिएल 3 का 17-18 മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്നും വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവരെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവനും തന്റെ ദുർമാർഗം വിട്ടുതിരിയുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. पढ़ेंगे एजेकिएल चैप्टर 3 वर्स 17 and 18. हे मनुष्य की संतान, मैंने तुझे इस्राएल के घराने के लिए पहरुआ नियुक्त किया है. तू मेरे मुंह की बात सुनकर उन्हें मेरी ओर से चिताना. जब मैं दुष्ट से कहूँ तू निश्चय मरेगा, और यदि तू उसको न चिताए और न दुष्ट से ऐसी बातें कहे जिसके वह सचेत हो और अपना दुष्ट मार्ग छोड़कर जीवित रहे, तो वह दुष्ट अपने अधर्म में फंसा हुआ मरेगा, परंतु उसके खून का लेखा मैं तुझसे लूंगा. ഇത്ര വിലപ്പെട്ടൊരു കാര്യമാണ് कितना मूल्यवान बात है ना ये. നമ്മള് മറ്റുള്ളവരുടെ കാവൽക്കാരാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടോ? क्या हम लोग दूसरों का पहरेदार है करके ये बात का बोध हमें चला रहा है क्या? ഇതേ വാക്യം അതേ അധ്യായത്തിന്റെ 33-ന്റെ 7-8 വാക്യത്തിലും കാണാം. यही बात का हम लोग यही बात को एएसकेएल 33 का 7-8 वचन में. ओके 33 है, यही बात 33 का 7-8 में भी हम पढ़ते हैं. ഞാൻ പറയുന്നത് സാരം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുകയാണ്. हाँ, मतलब कहने का उद्देश्य क्या है कि ये 2 बार इसको उठाकर कहा है. ഇത് വളരെ ഗൗരവമുള്ളതുകൊണ്ടാണ്. यार, क्योंकि ये बहुत गंभीर बात है इसके लिए. ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളെങ്കിലും ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. जब एक ही बार अगर वचन में लिखा है तो उसको उसका मूल्यता है. എന്നാൽ നിങ്ങൾ ഇതേ കാര്യം തന്നെ അതിന്റെ 33-ന്റെ 7-8 വാക്യത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. लेकिन यही बात हम लोग उसका 33 का 7 और 8 में एजेकिएल चैप्टर 33 वर्स 7 and 8 में ये सेम वाक्य लिखा है. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദര വർഗത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. इसके लिए हमें हमारे भाईचारा भाइयों के साथ जो हमारे मनुष्य गोत्र है उनके साथ बहुत बड़ा जिम्मेदारी है. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാവൽ നിൽക്കണം. हम लोग अगर उद्धार पाए हैं तो दूसरों के लिए हम लोग पहरा देना है. അവർക്ക് വേണ്ടി രക്ഷയ്ക്കൊരു കാരണമായി തീരണം. हम लोग उनके लिए एक उद्धार का कारण बनना है. നമുക്കറിയാം, പിന്നെ ആബേലിനെ കൊന്ന കായീനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു. हम देखते हैं कि आबेल को मार देने के बाद कईन को परमेश्वर एक सवाल पूछता है. എന്തറിയാമോ? वो क्या है? അതിന്റെ ഉൽപ്പത്തി 4:9 उत्पत्ति का पुस्तक 4 का 9 में है. നിന്റെ സഹോദരൻ എവിടെ? तेरा भाई किधर है? ആബേൽ എവിടെയാണ്? आबेल किधर है? ഉടനെ കയീൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, तभी कईन उसको उसके खिलाफ उत्तर क्या दिया? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. मैं पढ़ेंगे 4 का 9. मालूम नहीं क्या मैं अपने भाई का रखवाला हूँ? കണ്ടോ? അപ്പോൾ അവൻ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. वो कहता है कि मुझे नहीं मालूम. നീ എന്നോട് ചോദിക്കാൻ ഞാൻ അവന്റെ आप കാവൽക്കാരനാണ്. मुझे क्यों पूछ रहे हैं? मैं क्या उसका रखवाला है क्या? എത്ര ഭയങ്കര കാര്യമാണ്. कितना भयानक बात है ना. പ്രിയമുള്ളവരെ, നിശ്ചയമായും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന
ഒരു വലിയ ദൗത്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കാവൽക്കാരാണ്, നമ്മൾ ദേശത്തിന്റെ കാവൽക്കാരാണ്. इसके लिए प्रियो हम लोग को बहुत बड़ा जिम्मेदारी प्रभु ने हमको दिया है रखवाली करने का. हम ये देश का हम लोग पहरेदार है, रखवाली करने वाले लोग हैं. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരല്ലെങ്കിൽ अगर हम लोग हमारे जिम्मेदारी के विषय में अगर हम लोग बोधे नहीं है तो അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? उधर साहब हम क्या कर रहे हैं? പാപം ചെയ്യുന്നു. पाप कर रहे हैं. അത്ര ഭയങ്കരമല്ലേ? कितना भयानक बात है ना. കാരണം ദൈവം ഈ ദേശത്തെ രക്ഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. क्योंकि प्रभु ये दुनिया को, अगर ये देश को, हमारे आसपास के पड़ोस को, ये समाज को बचा रहा है, हमारा प्रार्थना की वजह से रहेगा. നമ്മൾ അതേ എസേക്കിയേൽ 22:30 വായിക്കുന്നുണ്ട്. वही एजेकिएल 22:30 में जब हम पढ़ते हैं, एजेकिएल 22:30, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. हाँ, एजेकिएल चैप्टर 22:30. मैंने उनमें से ऐसा मनुष्य ढूंढना चाहा जो बाड़े को सुधारे और देश के निमित्त नाके में मेरे सामने ऐसा खड़ा हो कि मुझे उसका नाश न करना पड़े, परंतु ऐसा कोई न मिला. അപ്പോൾ ഒരു വ്യക്തിയെ പോലും കാണാതെ വന്നപ്പോൾ പിന്നെ ആ ദേശത്തെ പിന്നെ നശിപ്പിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. तो अगर एक भी व्यक्ति अगर मिल गया इस देश के लिए विनती करने के लिए, तो प्रभु वो देश को नाश नहीं करेगा. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ സഹോദരവർഗത്തിന്റെയും ദേശത്തിന്റെയൊക്കെ കാവൽക്കാരാണെന്ന കാര്യം മറക്കല്ലേ. इसके लिए प्रिय, हम अपने देशवासियों के लिए, हमारे आसपास के पड़ोस के लिए, हमारे मनुष्य भाइयों के लिए, हम लोग उनके लिए एक रखवाले और पहरेदार है करके ना भूलना. ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ, ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? पहला मनुष्य आदम को, उसको कोई काम था क्या? നിശ്ചയമായിട്ടും हाँ, काम था ना. ആദാം ഒരു കാവൽക്കാരനായിരുന്നു. आदम भी एक रखवाली करने वाला व्यक्ति था. നമ്മള് ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യം വായിക്കുമ്പോൾ उत्पत्ति का पुस्तक 2:15 जब हम पढ़ते समय में, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ആ തോട്ടത്തെ കാക്കുക എന്നുള്ളത് ആദമിന്റെ കർത്തവ്യമായിരുന്നു. उत्पत्ति का पुस्तक 2:15, जेनेसिस चैप्टर 2:15. तब यहोवा परमेश्वर ने आदम को लेकर अदन की वाटिका में रख दिया कि वह उसमें काम करे और उसकी रक्षा करे. देखो, उसको काम भी करना है और रक्षा भी करना है, क्योंकि एक रखवाला था वो. Praise the Lord. Praise the Lord. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആദം വാസ്തവത്തിൽ തന്റെ ഉത്തരവാദിത്തം മറന്നു എന്നുള്ളതാണ് സത്യം. तो इसलिए हमें हमारा जवाबदारी, जिम्मेदारी समझना है. आदम ने उसको जो जिम्मेदारी दी है उसमें वो गिर गया, वो सत्य है. ഇന്നും എത്രയോ വിശുദ്ധന്മാര് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാത്തത് കൊണ്ട് അവരിന്നും പാപം ചെയ്തുകൊണ്ടിരിക്കുക. इसके लिए आज कितने सारे विश्वासी लोग अपना जिम्मेदारी का एहसास ना करते हुए पाप कर रहे हैं. എനിക്ക് ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെ പാപം ചെയ്ത് വഞ്ചിക്കപ്പെടരുതേ. इसके लिए मेरे प्रियजनों को मुझे बस ये बात याद दिलाना है कि इस रीति से पाप करके धोखा में ना गिरे. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ പാപം ചെയ്യാം. हम लोग सुसमाचार नहीं बोले तो पाप कर रहे हैं. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാവൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കറിയാം കാവൽക്കാരൻ ദൂരെ ദൃഷ്ടിയുള്ളവനാ. हाँ, तो इसके लिए जो अगर हम दूसरों के लिए रखवाली नहीं करेंगे तो भी हम लोग धोखा खा रहे हैं. क्योंकि एक रखवाल है, कावल जो जिम्मेदार व्यक्ति है, रखवाली करने वाला, वो हमेशा दूर तक देख सकता है. നമുക്കറിയാം, നമ്മൾ ഈ സാധാരണ ഇസ്രായേലിലൊക്കെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ ഗോപുരങ്ങളുണ്ടായിരുന്നു. हम जानते हैं ना, उन दिनों में, इसराइल के समय में, उन दिनों के राज्य अधिकार में बड़ा बड़ा जो വലിയ ദീവാറുണ്ട്, പിന്നെ टावर टावर करके बोलते, जिसमें लोग क्या करते, बड़ा लोग बांध के उसमें 2-3 पहरेदार खड़े रहते थे. അപ്പോൾ അവിടുന്ന് അവർ ദൂരെ നോക്കിക്കൊണ്ടിരിക്കും. तो वो ऊंचाई में वो लोग खड़े रहकर दूर से उनके देश में आने वाले लोगों को नजर रखते थे. അങ്ങനെ എന്തെങ്കിലും വരുന്നത് കണ്ടാൽ ഉടനെ തന്നെ അറിയിപ്പ് കൊടുക്കും. और कुछ भी शत्रु अगर आक्रमण कर रहा है, कुछ भी बुरा हो रहा है करके मालूम पड़ेगा तो तुरंत वो लोग देश के लोगों को वो लोग चौकसी कराता था. അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ദേശത്തെ രക്ഷിക്കാൻ പറ്റൂ. तो वो लोग जल्दी से देश को लोगों को बोलता था, देखो खतरा आ रहा है बोलेगा तो ही वो देश को बचा सकते हैं. Praise the Lord. Praise the Lord. നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ये बहुत बड़ा जिम्मेदारी था. അപ്പോൾ നമ്മള് ഈ കാര്യങ്ങളെ ദൂരവേ നമുക്കറിയാം നിത്യത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. उसी तरह हम लोग भी दूर के नजर के देखने वाले लोग. क्यों? क्योंकि अनंतता में क्या होगा करके वो नजरिया हमको है. അതെ, ഒരു മനുഷ്യൻ മരണാനന്തരം അവൻ എങ്ങോട്ട് പോകുന്നു അവർക്കറിഞ്ഞുകൂടാ. क्योंकि एक साधारण मनुष्य मरने के बाद उसका अवस्था क्या होगा करके संसार के लोग नहीं जानते. എന്നാൽ നമുക്ക് നിത്യാഗ്നിയെ കുറിച്ച് വരെയും കാണുവാനായിട്ട് കഴിയുന്നു. लेकिन नित्य अग्नि में लोग मरने के बाद नित्य अग्नि में डाला जाएगा, ये सब दूर की बातें हम देख सकते അത് हैं. കണ്ടുകൊണ്ടാണ് നമ്മൾ അവരെ അറിയിപ്പ് കൊടുക്കുന്നത്. ये बात देखने से हम लोगों को चेतावनी करते हैं. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഭാരത്തോടും വളരെ പ്രയാസങ്ങൾ കഴിച്ചുമൊക്കെ ഇത് പറയാൻ ഉത്സാഹിക്കുന്നത്. इसीलिए हम लोग एकदम बोझ से और हम लोग तकलीफ में और वेदना में रहकर भी हम लोग दूसरों को बताते हैं. എത്ര പ്രതികൂലം ഉണ്ടായാലും നമ്മൾ പറയുന്നത് നിർത്തുന്നില്ല. कितना भी कष्ट और प्रतिकूल हमारे खिलाफ आएगा तो भी हम लोग बोलने के लिए रुकते नहीं है. കാരണം അവരുടെ നാശം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. क्योंकि उनका नाश हम लोग नहीं चाहते. നമ്മൾ അവരെ സ്നേഹിക്കുന്നു. हम उनसे प्रेम करते हैं. എന്നാൽ അവർക്ക് ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. लेकिन उन लोगों को हमारा प्रेम समझ में नहीं आ रहा. അവരതിനെ തെറ്റിദ്ധരിക്കുന്നു. वो लोग हमें गलत समझते हैं. Praise the Lord. Praise the Lord. അല്ലേ, നമ്മുടെ സുവിശേഷം അറിയിക്കുന്ന എത്ര
എത്ര ആത്മഭാരത്തോടു കൂടിയാണ്. इसके लिए हम लोग सुसमाचार बांटते समय में कितना आत्मा का बोझ से हम लोग बोलते हैं। കാരണം എങ്ങനെയെങ്കിലും അവർ രക്ഷിക്കപ്പെട്ട് ആ ഭയങ്കരമായ പാപത്തിന്റെ ശിക്ഷയാകുന്ന നരകാഗ്നിയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരണം. क्योंकि किसी तरीके से हम लोग उनको सुसमाचार बोले और किसी भी तरीके से वो लोग पाप का और उस अग्नि का नाश से वो लोग बच जाए, ये हमारा आग्रह है। നമ്മൾ ഇന്ന് എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. इस रीति से हम लोग आज कितने लोगों के लिए हम प्रार्थना करते हैं। നമുക്കറിയാം ഇന്ന് അനേകം പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ പരാജിതരാണ്. हम जानते हैं कि आज बहुत से लोग प्रार्थना जीवन में हारे हुए हैं। നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉത്സാഹികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और आप सभी लोग सुनने वाले लोग प्रार्थना में उत्साही लोग हैं करके मैं विश्वास करता हूँ। നമ്മൾ സുവിശേഷം അറിയിക്കുന്ന പ്രാധാന്യമാണ് കാവൽ ചെയ്യുക. हम लोग जिस तरह सुसमाचार बोलना जितना बड़ा बात है, उसी तरह रखवाली करना, पहरेदारी करना भी बड़ी बात है। കാവൽ ചെയ്യുന്ന പോലെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രാർത്ഥന. और जिस तरह पहरेदारी करने का काम है, उसी तरह का मूल्यता का बात है प्रार्थना करना है। നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हमें दूसरों के लिए प्रार्थना करना है। നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അത് പാവമാണ്. हम लोग दूसरों के लिए प्रार्थना नहीं कर रहे तो भी पाप है। നിങ്ങൾക്കറിയാമോ? आप लोग बात जानते हैं क्या? ഇതൊക്കെ നമ്മൾ അറിയണം. ये सब बातें तो जानना चाहिए। നമ്മൾ അറിയാതെ തന്നെ എങ്ങനെയുള്ള എത്രയോ തെറ്റുകൾ നമ്മളിൽ വന്നുകൊണ്ടിരിക്കും. हम लोग कितना बातों का अज्ञानता होने की वजह से हम लोग पाप में और गलती कर रहे हैं। നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാതെ എത്ര പാപങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാമോ? जो बातें हम लोग करना चाहिए तो वो बात का जानकारी हमको नहीं होने की वजह से, हम लोग को नहीं मालूम है, ऐसा अवस्था होने की वजह से, उसकी वजह से हम कितना पाप कर रहे हैं। നമുക്കറിയാം ഒരിക്കലും ഇസ്രായേൽ ജനങ്ങളോട് ശമൂവേൽ പറഞ്ഞൊരു സാക്ഷ്യം. एक बार इसराइल लोगों को शमूएल ने एक बार गवाही दिया। 1 ശമൂവേൽ 12:23 पहला शमूएल 12:23 में हम पढ़ते हैं। पहला शमूएल 12:23। ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. फर्स्ट शमूएल चैप्टर 12 verse 23। फिर ये मुझसे दूर हो कि मैं तुम्हारे लिए प्रार्थना करना छोड़कर यहोवा के विरुद्ध में पापी ठहरूं। അപ്പോൾ നമ്മൾ ഒരു യഥാർത്ഥ വിളിക്കപ്പെട്ട ഒരുവൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? तो एक सच्चा बुलाया प्राप्त किया हुआ व्यक्ति यदि अगर प्रार्थना नहीं कर रहा है तो അവൻ പാപം ചെയ്യുന്നു. वो परमेश्वर के खिलाफ पाप कर रहा है। നമുക്ക് അങ്ങനെ നമ്മുടെ മേൽ അങ്ങനെ ഒരു കുറ്റാരോപം ഉണ്ടാവുമോ? क्या ऐसा एक दोष हमारे ऊपर लगाया जाएगा क्या? അങ്ങനെയുള്ള പാപം നമ്മൾ ചെയ്യുന്നുണ്ടോ? इस रीति का पाप हम कर रहे हैं क्या? നമ്മളിപ്പോൾ വ്യഭിചരിക്കുന്നില്ല, നമ്മൾ മോഷ്ടിക്കുന്നില്ല, നമ്മൾ കൊല ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലായിരിക്കാം. हम लोग शायद व्यभिचार नहीं कर रहे या फिर चोरी नहीं कर रहे, झूठ नहीं बोल रहे, ये सब बातें शायद हम लोग नहीं करते रहेंगे अभी। പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതും പാവമാണ്. लेकिन हमारा जवाबदारी और जिम्मेदारी क्या है, ये बात नहीं जानना और नहीं करना बहुत बड़ा पाप है। അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വീഴ്ച പാവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? तो इसके लिए हमारे जीवन में गिरावट का कारण पाप है करके आप लोग जाने क्या? നിങ്ങളുടെ പ്രാർത്ഥനയാൽ എത്രയോ പേർക്ക് വിടുതൽ ലഭിക്കേണ്ടതാണ്. क्योंकि आपके प्रार्थना के द्वारा कितने लोगों को छुटकारा मिलना चाहिए था। അനേകരുടെ നാശത്തിന് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് മൂലമാണ്. बहुत सारे लोगों का नाश का कारण क्योंकि आप लोग प्रार्थना नहीं किया। നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പലരും രക്ഷപ്പെട്ടേനെ. क्योंकि अगर आप लोग सही रीति से प्रार्थना करते तो कितने लोग बच सकते थे। നമുക്കറിയാം അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ട് സൊദോം ഗൊമോറയുടെ നാശത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. आप लोग जानते हैं ना कि अब्राहम अपने प्रियजन के लिए, लोत के लिए, वो लोग नाश ना हुए, सोदोम गुमोरा के लिए वो प्रार्थना करता है करके आप लोग जानते हैं ना। 18 അധ്യായത്തിൽ അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. आप लोग 18 अध्याय में हम 16 से पढ़ेंगे तो वहां पर अब्राहम का मध्यस्थी प्रार्थना का स्वभाव को गुण को हम देखते हैं। അപ്പോൾ അബ്രഹാം ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. और अब्राहम निरंतर परमेश्वर से प्रार्थना करते जा रहा है, विनती कर रहा है। അതിന്റെ ഫലം എന്താണ് ഉണ്ടായത്? उसका फल क्या हो गया? അതിന്റെ 19 അധ്യായത്തിൽ 29 വാക്യം വായിച്ചാൽ उसका 29 में हम पढ़ते हैं, जेनेसिस उत्पत्ति 19 का 29 में। എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ആരെ ഓർത്തു? അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെയും ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. पढ़ेंगे 29 और ऐसा हुआ कि जब परमेश्वर ने उस तराई के नगरों को जिसमें लूत रहता था उलट पुलट करके नष्ट किया, तब उसने अब्राहम को याद करके लूत को उस घटना से बचा लिया। परमेश्वर ने अब्राहम को प्रार्थना को याद करके लूत को बचाया। ഞാൻ പറയുന്ന സാരം എന്താണ്? मेरा कहने का उद्देश्य यह है, അങ്ങനെ അബ്രഹാം ഇടിവ് നിന്നില്ലായിരുന്നെങ്കിൽ, अगर अब्राहम बीच में रुककर मध्यस्थी नहीं करता तो സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. जो सोदोम और गोमोरा को नाश करने का विषय में परमेश्वर आकर अब्राहम से बात करता है। അവൻ അങ്ങനെ തന്നെ വരണം. वो अब्राहम बोला ऐसा ही हो जाने दो, കാരണം അവൻ എന്നോട് വഴക്കുണ്ടാക്കി പോയവനാ.
क्योंकि वो लोत ने मेरे से झगड़ा करके गया ना, അതുകൊണ്ട് അവൻ നശിക്കട്ടെ इसलिए नशा बर्बाद हो जाने दो। എന്നൊരിക്കലും ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ऐसा कभी सोचने का विचार भी अब्राहम के मन में नहीं आया। ഉടനെ അബ്രഹാം അവിടെ തന്നെ ദൈവത്തിൽ നിന്നു. वो तुरंत उधर ही परमेश्वर की उपस्थिति में खड़ा हो गया ദൈവത്തോട് അവൻ സംസാരിച്ചു. और परमेश्वर से बात करने लगा। കർത്താവേ, ആ ദേശം നശിപ്പിക്കുകയാണെങ്കിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അത് നശിപ്പിക്കുമോ? प्रियो, इसलिए है परमेश्वर, अगर उस आप नगर को नाश कर रहे लेकिन 50 धर्मी जन अगर मिला, वो धर्मी जन के निमित्त आप नाश करोगे क्या? കാരണം നീ ദുഷ്ടന്മാരുടെ കൂടെ നീതിമാന്മാരെ നശിപ്പിക്കുകയില്ലല്ലോ. क्योंकि आप दुष्ट लोगों को धर्मी जन के साथ नाश नहीं करते। ധർമ്മിയൊക്കെ धर्मियों को आप दुष्टों के साथ न्याय नहीं करते। Praise the Lord. Praise the Lord। അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, इसलिए आप समझना है, ഒരിക്കലും ദൈവം അങ്ങനെയുള്ള അനീതി ചെയ്യുകയില്ല. इसलिए परमेश्वर कभी भी इस तरह का अधर्म की बातें नहीं करता। അപ്പോൾ അബ്രഹാം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, तो इसलिए अब्राहम परमेश्वर से अपेक्षा करता है, കർത്താവേ, അവിടെ ഒരു 50 പേര് കാണിയല്ലേ? परमेश्वर, हे परमेश्वर, वहां पर 50 लोग तो रहेंगे ना। ദൈവം പറഞ്ഞു 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. अगर 50 धर्मी जन मिला तो मैं नाश नहीं करूंगा। പിന്നെ അബ്രഹാം പറഞ്ഞു 45 പേര്. तो फिर अब्राहम बोलने लगा, अगर 45 लोग रहेगा तो? ദൈവം പറഞ്ഞു നശിപ്പിക്കുകയില്ല. प्रभु कहता है मैं नहीं करूंगा। ഓ, എന്നാൽ 40 പേര്. तो फिर 40 जन रहेगा तो? ഓ, ഞാൻ നശിപ്പിക്കുകയില്ല. परमेश्वर कहा मैं नहीं नाश करूंगा। എന്നാൽ 30 പേര്. अभी 30 जन रहा तो? ഓ, നശിപ്പിക്കുകയില്ല. मैं नहीं नाश करूंगा। അയ്യോ, 20 പേര്. तो अभी 20 जन है तो? ഓ, ഞാൻ നശിപ്പിക്കുകയില്ല. मैं नहीं नाश करूंगा। ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട്, കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ശരിയായല്ലോ. ഒരു 10 പേര്. प्रभु, मैं एक और बार बताना चाहता हूँ, आप गुस्सा नहीं करना। अगर 10 जन रहा तो? കർത്താവ് പറഞ്ഞു നശിപ്പിക്കുകയില്ല. प्रभु कहता है मैं नहीं नाश करूंगा। അതിന് ഇനി അങ്ങോട്ട് പറയാനായിട്ട് അബ്രഹാമിന് പിന്നെ അങ്ങനെ തോന്നിയില്ല. अभी उससे भी कम होने के लिए अब्राहम को मन नहीं हुआ। Praise the Lord. Praise the Lord। ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. इसलिए हमें सोचना है, അവിടെ വാസ്തവത്തില് അബ്രഹാമിന്റെ പക്ഷപാതമല്ലായിരുന്നെങ്കിൽ, മധ്യസ്ഥത അല്ലായിരുന്നെങ്കിൽ ലോത്തും കുടുംബവും രക്ഷപ്പെടുത്തി. तो प्रियो, अगर अब्राहम मध्य से नहीं करता तो लूत और उसका परिवार नहीं बचता था। പ്രാർത്ഥനയാണ് അവരെ വിടുവിച്ചത്. प्रार्थना है जो उनको छुटकारा दिया। ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം അബ്രഹാമിനെ ഓർത്തുന്നു. यहाँ पर हम देखते पढ़ा है ना 19-29 में कि परमेश्वर ने अब्राहम को याद किया। അപ്പോൾ പറയുന്ന സാരം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ആദരിക്കും. हमारे यानी कि कहने का उद्देश्य ये है कि परमेश्वर प्रार्थना करने वालों का मान करता है। എത്ര വലിയ കാര്യമാണ്. कितना बड़ी बात है। ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ അനുഭവം നമുക്കുണ്ടോ? इस तरह का प्रार्थना का अनुभव हमें है क्या? എനിക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ इस പറയാനുണ്ട്. तरह का बहुत सा अनुभव मुझे बोलने के लिए है। വിശുദ്ധന്മാര് പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. पवित्र लोगों ने, बहुत से लोगों ने सुना भी है, ഞാനിപ്പോൾ അത് എടുത്ത് പറയുന്നില്ല. लेकिन सब मैं अभी उठाकर नहीं कह रहा। എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രാർത്ഥനയുടെ മഹാത്മ്യം മോശ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഒരു ചെറിയൊരു കാര്യം 106 സങ്കീർത്തനത്തിൽ 23 വാക്യത്തിൽ നിന്ന് വായിക്കാം. लेकिन और एक प्रार्थना का, मूसा जब प्रार्थना करते समय में उसका मूल्यता भी मैं बताना चाहता हूँ। उसका 106 भजन संहिता का 23 में हम पढ़ते हैं। ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃതനായ മോശെ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. 106 का 23, Psalms 106:23। इसलिए उसने कहा कि मैं उनका सत्यानाश कर डालता यदि मेरा चुना हुआ मूसा जोखिम के सामने उनके लिए खड़ा न होता, ताकि मेरी जंजलाहट को ठंडा करे, कहीं ऐसा न हो कि मैं उन्हें नष्ट कर डालूं। അപ്പോൾ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി മുഴങ്കാൽ മടക്കി കർത്താവിനോട് അപേക്ഷിച്ചു. परमेश्वर को क्रोध को ठंडा करने के लिए मूसा परमेश्वर के उपस्थिति में आकर विनती करने लगा। ദൈവത്തെ അവൻ പിടിച്ചു നിർത്തിയെന്നാ और പറഞ്ഞു. यहाँ पर लिखा है कि वो परमेश्वर के सामने वो आ गया ताकि वो क्रोध ना कर सके। നമ്മള് പുറപ്പാട് പുസ്തകം 32 9 10 വായിക്കുമ്പോൾ മോശ നീ എന്നെ വിട്, ഞാൻ അവരെ നശിപ്പിക്കും. മോശ വിടാൻ തയ്യാറല്ല. അങ്ങനെ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥന. हाँ, वहाँ पर निर्गमन का पुस्तक उसका 32वां अध्याय उसका 9 और 10 जब हम पढ़ते समय में वहाँ पर हम देखते हैं कि परमेश्वर कहते हैं कि मूसा तू हट जा, मुझे छोड़ दे, तू हटेगा नहीं तो मैं उनको नाश नहीं करूंगा। मतलब मूसा इतना बीच में आ गया कि परमेश्वर को रोकने का अवस्था तक मूसा उतना बीच में आया। പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എത്രമാത്രം ആദരിക്കുന്നതിനാണ് നമുക്ക് यानी कि मतलब क्या, एक प्रार्थना करने वाला भक्त जन का प्रार्थना को प्रभु कितना सम्मान करता है। ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥന ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ട് സംസാരിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. हाँ, आज सवेरे सवेरे मैं उठकर प्रार्थना करते समय में प्रभु ने कुछ बातों को प्रकट करके दिखाया, इसके लिए मैं ये सब बातें आपको बता रहा हूँ। അപ്പോൾ ഇന്ന് വിശുദ്ധന്മാര് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അധികമായി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം ഒരുക്കി इसके തന്നിരിക്കുകയാണ്. लिए आज इस लॉकडाउन के समय में पवित्र जनों को प्रार्थना करने के लिए एक अच्छा मौका प्रभु तैयार करके दिया है। അപ്പോൾ ദൈവമക്കളെ, നമ്മള് ഇന്നലെ ഞാൻ ചിന്തിച്ചത് ബാക്കി അവിടെ നിൽക്കുകയാണല്ലോ. तो कल हमने जो विषय हमने सोचा था उसका बाकी बचा है ना। അപ്പോൾ നമ്മള് പിന്നെ
ദൈവം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ हाँ, പറയാം. हम लोग परमेश्वर विश्वासी जनों का पवित्र जनों के जीवन में कष्ट लाने का उसका उद्देश्य क्या है उस विषय में हम सुन रहे थे. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ അതിന്റെ ബാക്കി ഒന്ന് പറഞ്ഞോട്ടെ. अभी उसका आगे का बात मैं बताना चाहता हूँ. വാസ്തവത്തില് ഇത് അത് തന്നെ അങ്ങ് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. वास्तव में वही बातें बताते रहना का था मेरा आग्रह है. എന്നാലേ നമ്മള് പറഞ്ഞ വിഷയങ്ങളോട് പറയണമല്ലോ. हाँ, लेकिन जो विषय प्रभु ने सुबह दिया वो भी बोलना था ना. അപ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത് ദൈവസ്നേഹം വെളിപ്പെടുത്താനാണ് നമ്മൾ കണ്ടത്. हमने पहला बात हमने क्या देखा, परमेश्वर हमारे जीवन में कष्ट क्यों देता है, ताकि परमेश्वर का प्रेम प्रकट हो. രണ്ടാമത് നമ്മൾ കണ്ടത് നമ്മളിൽ ദൈവത്തിന്റെ കൃപയും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് കണ്ടത്. दूसरा हमने देखा कि हमारे अंदर प्रभु का अनुग्रह और सामर्थ बढ़ने के लिए किया. അപ്പോൾ മൂന്നാമത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് और तीसरा हमने देख रहे थे നമ്മൾ മറ്റു വിശ്വാസികൾക്കും ഒരു മാതൃകയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുന്നത്. दूसरा विश्वासियों के सामने एक अच्छा आदत बन जाने के लिए प्रभु हमारे जीवन में कष्ट का अनुमति देता है. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമ വിശ്വാസികളോട് പോലും ഇയ്യോബിന്റെ കഷ്ടതയെ കുറിച്ച് യാക്കോബ് എടുത്തു പറഞ്ഞതിനെ കുറിച്ച് പിന്നെ പ്രവാചകന്മാരെ കുറിച്ച് എടുത്തു പറഞ്ഞത് നമ്മൾ ഇന്നലെ ഈ യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ കാണുകയുണ്ടായി. इसके लिए हम लोग कल भी नए नियम के विषय में हम लोग जीते समय में हम लोग ने वहां पर याकूब ने ईयोब का भविष्यवक्ता और खास रूप से नाम लेकर अय्यूब का जीवन का विषय में, वो कष्ट के विषय में हमारे लिए आदर्श है बोलकर याकूब का पुस्तक 5वां अध्याय में हमने उसका 5-11 उसका 10 और 11 में हमने पढ़ा था. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അല്പമായി കാണുകയുണ്ടായി. और उसके विषय में हमने थोड़ा बातें हमने देखा था. കഷ്ടത്തിലൂടെ കടന്നുപോയ ഇയ്യോബ് പഠിച്ച 5 കാര്യങ്ങളും നമ്മൾ ഇന്നലെ और കാണുകയുണ്ടായി. कल प्रभु की दया से हम लोग ने एक बात भी देखा कि अय्यूब ने जो कष्ट सीखा, कष्ट से गुजरा, उसकी वजह से 5 बातें हमने अय्यूब का पुस्तक 42 अध्याय में हमने देखा. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാല് വിശുദ്ധന്മാർ, ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ജീവിതത്തില് കർത്താവ് കഷ്ടത അനുവദിക്കുന്നുവെങ്കിൽ അതിന് പിന്നില് അവരെ ദൈവം മറ്റനേകർക്ക് ഒരു മാതൃകയാക്കുവാൻ ഉദ്ദേശിക്കുന്നു तो എന്നുള്ളത്. इसके लिए इतना बड़ा अवस्था से कष्ट और प्रतिकूल से जाते समय में वो विश्वासी लोग बाकी विश्वासियों के लिए, बाकी सहभागियों के लिए, बाकी लोगों के लिए एक अच्छा आदर्श बन सके, नमूना बन सके, इसलिए प्रभु इस रास्ते से लेकर जा रहा है. ദൈവങ്ങളെ നിശ്ചയമായിട്ടും നമ്മൾ മറ്റുള്ളവർക്കൊരു ഒരു മാതൃകയായി തീരണമെങ്കിൽ, അല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരണമെങ്കിൽ നമ്മൾ ഈ പാതയിലൂടെ കടന്നു പോയേ പറ്റും. इसलिए हमें दूसरों के लिए एक अच्छा आदर्श बन जाने के लिए, यहाँ तक कि दूसरों को हम लोग ठंडक पहुंचा सके, उनको आराम दे सके, विश्राम में पहुंचा सकने के लिए प्रभु हमें इस तरह का प्रतिकूल से लेकर जाता है. നമ്മുടെ ജീവിതം ഒരു മാതൃകയായിരിക്കും. क्योंकि हमारा जीवन एक आदर्श बनना चाहिए. നമുക്കറിയാം, നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ हम लोग दूसरा कोरिन्थी उसका पहला अध्याय 3 से 5 जब पढ़ते समय में, दूसरा कोरिन्थी पहला अध्याय 3 से 5, മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. सेकंड कोरिन्थियंस चैप्टर 1 वर्स 3 to 5. हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो, जो दया का पिता और सब प्रकार की शांति का परमेश्वर है. वो हमारे सब क्लेशों में शांति देता है, ताकि हम उसकी शांति के कारण जो परमेश्वर हमें देता है उन्हें भी शांति दे सके जो किसी प्रकार के क्लेश में हो. क्योंकि जैसे मसीह के दुखों में हम अधिक सहभागी होते हैं, वैसे ही हम भी शांति में भी मसीह के द्वारा अधिक सहभागी होते हैं. അപ്പോൾ ഇവിടെയും കാണുന്ന ഒരു കാര്യം, इधर भी हम एक बात देखते हैं, പിന്നെ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം അവർക്കൊരു മാതൃകയായി നിൽക്കുവാനായിട്ട് തന്റെ വിശുദ്ധന്മാരെ ആ വലിയ കഷ്ടത്തിലൂടെ പോകാനും അനുവദിക്കുന്നു. हम देखते हैं कि जो विश्वासी लोग कष्ट से जाते हैं उन लोगों के लिए एक आदर्श बनाकर कुछ विश्वासियों को, कुछ पवित्र जनों को खास रूप में बड़ा कष्ट से उन लोगों को गुजार के लेकर जाते हैं, ताकि वो लोग शांति प्रदान कर सके. അവർക്ക് അവരെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. तो ये जो बड़ा कष्ट से गए हुए लोगों को वो दूसरे भाइयों को जाकर आश्वासन देकर उनको शांति दे सकते हैं. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ ദുഃഖത്തിൽ ഇരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. हाँ, तो ये जब ये विश्वासी लोग अपना अनुभव बताते हैं कि प्रभु किस रीति से उनको सहायता किया, तो वो जो तकलीफ में रहने वाले भाइयों को शांति मिलता है. ഒരിക്കല് ഒരു സഹോദരി
2 കുഞ്ഞുങ്ങളുണ്ട്, അവര് പെട്ടെന്ന് വിധവയായി. हाँ, एक बार हम देखते हैं कि एक बहन को उसके पास 2 बच्चे हैं और वो जल्दी से विधवा भी हो गई, അപ്പോൾ അവർ വളരെ ദുഃഖത്തിലായി. तो वो बहुत दुख में हो गई. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പലരും ആ വീട്ടിൽ കടന്നു വന്നു. उनको शांति देने के लिए, शांति का अवस्था में लेकर आने के लिए बहुत लोग आकर बात किया, എന്നാൽ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. लेकिन वो किसी से हुआ नहीं. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വിധവ, അവർക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. हाँ, उसके ऐसा अवस्था में देखते हैं कि दूसरा एक विधवा बहन, उनको 6 बच्चे हैं. അവിടെ ആ കുഞ്ഞുങ്ങളുടെ ചെറു പ്രായത്തിൽ തന്നെ അവിടെ പിതാവ് മരിച്ചു. उन बच्चों के छोटे उम्र में ही उनका पिताजी मर गए. അപ്പോൾ ഈ സഹോദരി വളരെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തി. तो इसलिए ये विधवा जो थी, ये बहन थी, वो बहुत कष्टों से जाकर वो बच्चों को बड़ा किया. അപ്പോൾ അവര് ആ വീട്ടിലേക്ക് കടന്നു വന്നു. तो वो बहन जब ये जो विधवा जिसके 2 ही बच्चे उनके पास जब आई, അവര് വന്നപ്പോഴേ ഇവിടെ ദുഃഖം പോയി. वो आते ही वो घर वो बहन का तकलीफ चला गया. कारण ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായിടാ, ഈ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങളല്ല 6 കുഞ്ഞുങ്ങളുള്ളപ്പോഴാണ് ആ ഭർത്താവ് മരിച്ചു പോയത്. हाँ, तो तभी वो बहन को तुरंत समझ में आ रहे, देखो ये बहन जो मेरे घर में आए, उसके पास 2 बच्चे नहीं बल्कि 6 बच्चे थे, तब उनका पति गुजर गया. അപ്പോൾ അവരെ ദൈവം പോഷിപ്പിച്ചു. और उनको प्रभु ने संभाला. അപ്പോൾ ദൈവം അവരെ നടത്തിയെങ്കിൽ എന്നെ നടത്തും. तो प्रभु ये बहन को चला सकते हैं तो मुझे भी चलाएंगे. അപ്പോൾ അവർക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായി. उसके लिए बहुत हिम्मत आ गया. ആ സഹോദരി വന്ന് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവരെ കണ്ടപ്പോഴേ ഇവരുടെ ടെൻഷനും ഇവരുടെ ഭാരവും ഇവരുടെ ദുഃഖവും എല്ലാം ഓടിപ്പോയി. वो बहन आने कुछ बातें बोलने के लिए, आश्वासन देने के लिए, शांति देने के लिए आई थी, लेकिन कुछ बोलने से पहले ही ये बहन वो बहन को देखकर ही उनका सारा तकलीफ और चला गया और प्रभु में विश्राम पाई. ദൈവമക്കളെ, ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കഷ്ടത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ അവരെ വലിയ കഷ്ടങ്ങളിലൂടെ കർത്താവ് കടത്തിവിടും. इसके लिए प्रियो, हम जानते हैं कि हम जो खुद तकलीफ और क्लेश में जाते समय में प्रभु कुछ लोगों को नियुक्त किया है जो बहुत बड़ा कष्ट और तकलीफ से गया, वो हमारे जीवन में आदर्श बनकर वो हमारे सामने आता है, तो हमारा सारा तकलीफ क्लेश चले जाता है. ഞാൻ പ്രശംസയ്ക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ ജീവിതത്തിലെ അനേക അനുഭവങ്ങൾ ദുഃഖത്തിലിരിക്കുന്നവരോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. हाँ, मैं मेरे प्रशंसा के लिए नहीं बोल रहा हूँ, लेकिन मैं आपको लाभ हुआ इसके लिए मैं बताना चाहता हूँ. मेरा बहुत इस तरह का अनुभव, मैं जब दूसरों को बताया, लोगों को शांति मिला है. അവർക്ക് അവരുടെ കഷ്ടങ്ങളെക്കാളും വലിയ അനേക മടങ്ങുകൾ വലിയ കഷ്ടങ്ങളിലൂടെ വളരെ സന്തോഷത്തോടെ കടന്നു പോകാൻ കർത്താവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. तो उनके जीवन में आए हुए कष्टों से भी बड़ा कष्ट मेरे जीवन में आते समय में वो मैं एकदम आनंद से उसको पार करने हुआ का अनुभव मैंने उनको बताया. അതിന് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്റെ അനുഭവത്തിലൂടെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. तो उसमें से हमको क्या करना चाहिए, किस रीति से ये पार होगा, क्या क्या करना पड़ेगा, ये सब बातें मेरा अनुभव से मैंने बताया. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ ആർമിയിൽ ജോലി ചെയ്ത ആളാണ്. आप लोग, बहुत लोगों को मालूम है, मैं आर्मी में मैंने काम किया है. അപ്പോൾ അവിടെ നമ്മുടെ ആരാധന യോഗത്തിൽ പോലും മുടക്കം വരാനായിട്ട് അവർ അന്ന് ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ വർക്ക് ഉണ്ടായിരിക്കും. तो उन दिनों में भी क्या होता था, हमारा आराधना भी टूट जाने के लिए या फिर आराधना में नहीं जाने के लिए वो लोग कुछ तो नया खास काम बनाता था. ഒന്നുമില്ലെങ്കിൽ പുല്ല് വെട്ടാനെങ്കിലും കൊണ്ടുപോകും. अगर कुछ काम ही नहीं है तो बोलेगा जाके घास काट कर आओ बोलेगा. Praise the Lord. എല്ലാവരും ഇത് ഒരാളുടെ കാര്യം. हाँ, यानी माने कि आर्मी के सभी लोगों को उसमें मुझे भी साथ में लेकर जाना पड़ता है. അപ്പോൾ എല്ലാവർക്കും അതിനകത്ത് സംബന്ധിക്കണം. तो जिसमें सब आर्मी के सभी सेना को कार्य करना पड़ता था. ഇല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമായിരിക്കും ഇൻസ്പെക്ഷൻ. नहीं तो क्या होगा, संडे का दिन, रविवार का दिन वो इंस्पेक्शन रखेगा. Praise the Lord. Praise the Lord. ഇങ്ങനെയുള്ള വലിയ പ്രതികൂലം ഉണ്ടായിരുന്നു. इस तरह बड़ा प्रतिकूल मेरे जीवन में आया है. ഒരിക്കൽ ഒരു ഞായറാഴ്ചത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാനാണ്. एक बार एक रविवार का दिन का अनुभव मैं आपको बताना चाहता हूँ. ആ ഞായറാഴ്ച ആട്ടം ഇൻസ്പെക്ഷൻ. ആട്ടം ഇൻസ്പെക്ഷൻ പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വർഷത്തെ ഏറ്റവും വലിയ ഇൻസ്പെക്ഷൻ. हाँ, तो उस दिन क्या हुआ, एक रविवार का दिन ऐसा था कि एक यूनिट का साल में एक बार रहने वाला सबसे बड़ा इंस्पेक्शन रविवार के दिन रखा. അപ്പോൾ മാത്രമല്ല ആ യൂണിറ്റിലെ ആർട്ട് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അത് ഞാൻ കൈകാര്യം ചെയ്യുകയാണ്. और उसमें से आर्ट ऑफ डिपार्टमेंट का जो जिम्मेदारी है वो मेरे हाथ में था. അത് സെൻട്രൽ ലെഡ്ജർ എന്ന് പറയും. സെൻട്രൽ ലെഡ്ജർ CL സെക്ഷൻ എന്ന് പറയും. हाँ, तो उसको CL सेक्शन करके बोलता है. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എന്നിൽ നിന്ന് വേണം അവർക്ക് ലഭിക്കാൻ. यानी कि जो भी बातें जरूरत उनको चाहिए, वो सब बात का जरूरत है, वो मुझसे मांगकर मुझसे लेते हैं वो लोग. അപ്പോൾ പിന്നെ അന്ന് ഞാനൊരു 9-10 മണിക്ക് ആരാധനയാണ്. तो वहां पर देखो 10 बजे का आराधना है. ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരത്തിലാണ്, സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും ദൂരത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. और लगभग स्कूटर से अगर यात्रा करेगा तो आराधनालय में पहुंचने के लिए आर्मी उधर से आराधनालय पहुंचने के लिए 20 मिनट लगता है. ഞാൻ 9:30 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. मैं 9:30 बजे तक मैं वहां पर था. 9:30 ഞാൻ പിന്നെ വെറും ഒരു ഷർട്ടൊക്കെ സ്കൂട്ടറിൽ വെച്ചിരുന്നു. ഞാൻ അവിടെ സ്ഥലം വിട്ടു. हाँ, 9:30 जैसे ही हो गया तो मैंने एक साधारण शर्ट, मेरा शर्ट स्कूटर में रखा था, उसको मैं पहना और मैं निकल गया. ഞാൻ കർത്താവ് പറഞ്ഞു, കർത്താവ് ഞാൻ തിരിച്ചു വരാതെ ഇൻസ്പെക്ഷൻ ടീം വരാൻ പാടില്ല. तो मैंने प्रभु से बोला, प्रभु जब तक मैं वापस नहीं आता तब तक इंस्पेक्शन टीम भी आना नहीं चाहिए.
ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. अब मैं प्रार्थना किया और मैं चला गया. 10 മുതൽ 12 വരെയാണ് അവിടുത്തെ ആരാധന ടൈം. 10 से लेकर 12 बजे तक है आराधना का समय. അപ്പോൾ ഞാൻ പോയി നല്ല അനുഗ്രഹീതമായ നിലയിൽ ആരാധന നടന്നു. मैं गया, आशीषित रीति से आराधना हुआ. അപ്പോൾ ഇൻസ്പെക്ഷൻ ടീം വരുന്നെന്ന് ഒരു 12 മണി ആയപ്പോൾ ഇവർക്ക് അറിവ് കിട്ടി. और इंस्पेक्शन की टीम 12 बजे आएगा करके ऐसा जानकारी आर्मी में मिला. അപ്പൊ എല്ലായിടത്തും എല്ലാവരും ഉണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കും. तो इसलिए आर्मी के लोग, अधिकारी लोग, सभी लोग सेक्शन में सब लोग अधिकारी अपने अपने जगह पर तैनात है कि नहीं करके लोग शुरू किया देखने के लिए. നോക്കിയപ്പോ എന്നെ കാണുന്നില്ല. उधर देखा तो मुझे नहीं दिख रहा है वो लोग. അപ്പൊ ഇവരൊരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് അന്വേഷിച്ചിട്ടും കാണുന്നില്ല. तो 11:30 से वो लोग शुरू कर रहे देखने के लिए. 11:30 तक देखने के बाद भी मुझे नहीं मिला. അപ്പോൾ അവര് അന്വേഷിച്ചിടത്തൊക്കെ അന്വേഷിച്ചു. वो लोग जिधर जिधर ढूंढना चाहिए था सब जगह पे ढूंढे, കാണുന്നില്ല. नहीं दिख रहा. അവസാനം പിന്നെ അവര് ഫയർ അലാറം ചെയ്തു. तो ഫയർ അലാറം എന്ന് പറഞ്ഞാൽ എല്ലാവരും എവിടെ ഉണ്ടെങ്കിലും ഓടിക്കൂടും. हाँ, तो उसके बाद वो लोग जोर से फायर अलार्म का चालू किया. वो अलार्म जब चालू करते समय में जो भी सेना है उधर के यूनिट के किधर किधर दूर भी रहेगा तो सब लोग तुरंत आर्मी उधर आना चाहिए. അപ്പോൾ ഇവർ ഇതൊക്കെ ചെയ്ത് എല്ലാവരും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ എത്തി. और वो लोग ने फायर अलार्म किया चालू करते समय में सब लोग इकट्ठा, आर्मी के सब सेना अधिकारी इकट्ठा हो रहे थे. उसके बीच में मैं भी था. കാരണം അന്നേരത്തേക്ക് ഒരു 12:15 क्योंकि तब तक 12:15 हो गया था. അതുവരെ ഇൻസ്പെക്ഷൻ ടീം വന്നില്ല. तब तक इंस्पेक्शन टीम आया नहीं. Praise the Lord. ഞാൻ പറയുന്ന സാരം तो मेरे कहने का उद्देश्य है, ഇൻസ്പെക്ഷൻ വളരെ അനുഗ്രഹമായിട്ട് വിജയിച്ചു. और वो इंस्पेक्शन उस दिन बहुत आशीषमय रीति से विजय भी हुआ. അതിന്റെ കാരണം ഞാൻ എന്റെ കമാൻഡിംഗ് ഓഫീസറോട് പറഞ്ഞു. और उसका कारण क्या है करके मैं मेरा अधिकारी ऑफिसर को मैंने बताया. അദ്ദേഹത്തിന് വളരെ സന്തോഷം. वो सुनकर उनको बहुत खुशी हुआ. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാം പേടിച്ചു പോയി. और फिर उन्होंने बाद में बोला लेकिन हम लोग सब डर गए. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ കർത്താവിന്റെ കയ്യിലാണ് എല്ലാ കൺട്രോളും. तब मैंने उनको बोला देखो देखो सर, मेरे प्रभु के हाथ में है सब नियंत्रण. രാജാവിന്റെ ഹൃദയം പോലും എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. അത് നീർത്തോട് കണക്കെ എങ്ങോട്ട് തിരിച്ചുവിടാൻ എന്റെ കർത്താവിന് കഴിയും. यहाँ तक कि राजाओं का मन का हृदय की बातों भी प्रभु उसको नियंत्रण करता है. उसका हृदय की बात को किधर बहाना चाहिए, किस दिशा में मुड़ाना चाहिए, वो भी निर्णय करने वाला प्रभु है. പക്ഷെ അവർക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. तो वो लोग सबको एक बात का विश्वास था നിശ്ചയമായും സമയത്ത് അവിടെ ഉണ്ടാവും. कि ये समय पर ये टॉमी यहाँ पर रहेगा. എങ്കിലും അവർക്കൊരു ഭയം ഉണ്ടായി. लेकिन फिर भी अंदर से एक डर हुआ. എവിടെ कहाँ पर है, സമയമായി, समय हो गया, വരുന്നു, आ रहे हैं, सोलो आ रहे हैं. Praise the Lord. Praise the Lord. എങ്ങനെ ഭയപ്പെടാതിരിക്കും. कि कैसा डरे ना रहेगा. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സഹോദരങ്ങളോട് പറയും. ये सब बातें मैं आकर भाइयों को मैं बताता हूँ. ദൈവമക്കളെ, നമുക്ക് ആരാധന മുടക്കുവാനായിട്ട്, നമ്മുടെ കൂട്ടായ്മ മുടക്കാനായിട്ട് ശത്രു പല നിലകളിലുള്ള കടികൾ എടുക്കും. इसके लिए प्रिय, हमारा आराधना तोड़ने के लिए आराधना में नहीं जाते, चलो एक दिन मीटिंग में नहीं जाएगा क्या होगा बोलकर ऐसा बहुत सारा जाल और फंदे शैतान तैयार करता है. എന്നാൽ നമ്മൾ മറ്റനേകരും മാതൃകയാകുക. लेकिन हमेशा हम दूसरों के लिए आदर्श बन जाने के लिए നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികൂലത്തെ വലുതായി കാണരുത്. हम लोग हमारे जीवन में जो परिस्थिति आते समय में वो परिस्थिति को कभी बड़ा नहीं देखना. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ചെറിയൊരു എന്റെ ഒരു അനുഭവം പറയുന്നേ ഉള്ളൂ. ये तो बस एक छोटा सा अनुभव मैंने बताया है. ഇതൊക്കെ ആർമിയിലുള്ള ആൾക്കാർ കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിന്റെ ഭയങ്കരത എത്രയാണ്. हाँ, ये जो आर्मी में काम करने वाले लोगों को जब ये गवाही देगा तो इसके पीछे जो भयानक अवस्था क्या हो सकता है वो उन लोगों को अवस्था मालूम है. ഞാൻ ഒരുപാട് എന്റെ കൂട്ടു സഹോദരന്മാരായ ആർമിയിലുള്ള ആൾക്കാരോട് ഇതെല്ലാം പറഞ്ഞ്, അല്ല എന്റെ കൂടെയുള്ള അവിടെ ഉണ്ടായിരുന്ന അനേക കൂട്ടു വിശ്വാസികൾക്ക് ഇതൊരു അത്ഭുതമായി. तो यहाँ तक कि वो मैं जब आर्मी के लोगों को बताया उनके लिए अद्भुत बात था. उतना ही नहीं, मेरे साथ जो सह भाई लोग थे, विश्वासी लोग, उनको भी बताया तो उनके लिए अद्भुत बात लगा. അല്ല അവർക്ക് കൂട്ടായ്മയ്ക്ക് വരാനായിട്ട് ധൈര്യം ഉണ്ടായില്ല. आप देखो, उनको संगति में आने के लिए इतना हिम्मत नहीं हुआ. Praise the Lord. Amen. എന്നാൽ അവർക്കും കൂടെ അതൊരു വലിയ മാതൃകയും പ്രോത്സാഹനവുമായി മാറി. Amen. लेकिन उनके लिए भी संगति में आने के लिए एक अच्छा आदर्श बन गया और उनको धैर्य मिला. അപ്പൊ ഞാൻ പറയുന്ന സാരം, यानी कहने का विषय है, ദൈവത്തിന് ഒരു വ്യക്തിയെ മാതൃകയാക്കണമെങ്കിൽ അവന് വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെ പോകുവാനായിട്ടുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കും. Amen. इसके लिए परमेश्वर अगर दूसरों भाइयों के लिए, एक व्यक्ति को दूसरे भाइयों के लिए आदर्श बनाना है तो वो विश्वासी को खुद को बहुत बड़ा कष्ट और अनुभव से लेकर जाकर ताकि वो दूसरों के लिए आदर्श बन सके, शांति प्रदान कर सके. നമ്മൾ ഒരു മാതൃകയാകുക മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവുമായി മാറും. और हम लोग केवल एक आदर्श बने उतना ही नहीं, लेकिन दूसरों के लिए आशीष भी बनता है. നമുക്കറിയാം യോസഫിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, अब अगर हम यूसुफ का जीवन में अगर हम देखें तो നമ്മൾ 105 സങ്കീർത്തനം 105 का 17 മുതൽ 19 വരെ വായിക്കുമ്പോൾ 105 भजन संगीता का उसका 17 से 19 जब हम पढ़ते समय में അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളും അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. पढ़ेंगे भजन संगीता Psalms chapter 105 verse 17 to 19. उसने यूसुफ नामक एक पुरुष को उनसे पहले भेजा था जो दास होने के लिए बेचा गया था. लोगों ने उसके पैरों में बेड़ियां डालकर उसे दुख दिया
वह लोहों की सांकलियों से जकड़ा गया। जब तक कि उसकी बात पूरी न हुई तब तक यहोवा का वचन उसे कसौटी पर कसता रहा। അപ്പോൾ നമുക്കറിയാം, പിന്നെ ജോസഫിന്റെ ജീവിതചരിത്രം നിങ്ങൾക്കറിയാം. आप लोग यूसुफ का जीवन का चरित्र आप लोग जानते हैं, ഞാനത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. उसको ज्यादा वर्णन मैं नहीं करना चाहता. ഈ സഹോദരന്മാര് ജോസഫിനെ മിദ്യാനിയ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. हम देखते हैं कि यूसुफ के भाई लोगों ने मिद्यान के जो गुलामों को बेचने और खरीदने वाले लोगों को उसने 20 सिक्कों में उन लोग ने बेच दिया. നിങ്ങൾ ചിന്തിക്കുക, അന്നത്തെ കാലത്ത് ഒരു അടിമച്ചരക്കനായി വിൽക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം നശിച്ചു. जरा सोचना, उन दिनों में अगर किसी को गुलाम के अवस्था में बेच दिया बोला तो പിന്നെ അവർക്ക് വലിയ പട്ടിണി നേരിട്ടു. उनका वहां पर देखो बहुत बड़ा अकाल आया, അവര് മിസ്രൈമില് ധാന്യം കൊള്ളുവാനായിട്ട് വന്നു. जिसकी वजह से यूसुफ के भाई लोग सब लोग मिस्र में आया ताकि अनाज मिल सके. ഇതിനോടകം ദൈവം എങ്ങനെ യോസഫിനെ ഉയർത്തിയെന്ന് നിങ്ങൾക്കറിയാം. और उसकी बीच में किस तरह मिस्र में सबसे बड़ा अधिकारी यूसुफ को बनाया, परमेश्वर ने खड़ा किया, आप लोग जानते हैं. എന്നാൽ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. और यूसुफ ने जब अपना भाइयों के सामने अपने आप को प्रकट करते समय में तब एक बात कहता है, ഉൽപ്പത്തി 45-ന്റെ 5-ാം വാക്യം. उत्पत्ति का पुस्तक उसका 45 का 5 में हम पढ़ते हैं, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാവുന്നു. जेनेसिस 45 verse 5. अब तुम लोग मत पछताओ और तुमने जो मुझसे यह बेच डाला इससे उदास मत हो, क्योंकि परमेश्वर ने तुम्हारे प्राणों को बचाने के लिए मुझे तुम्हारे आगे भेज दिया है। അപ്പോൾ ഇവിടെ യോസഫ് സഹോദരന്മാരോട് പറയുകയാണ്, यहाँ पर यूसुफ अपना भाइयों से कहता है, നിങ്ങൾ ഭാരപ്പെടണ്ട. तुम लोग चिंतित ना हो. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ഒരു ടെൻഷനും എടുക്കണ്ട. तुम लोग गए दिनों में जो भी अवस्था मेरे वजह से हुआ है वो बात को सोचकर आप लोग निराश नहीं होना. കാരണം അവനറിയാം ഇതെല്ലാം എന്നോടുള്ള അസൂയ കൊണ്ട് അവർ ചെയ്തതാണ്. क्योंकि वो यूसुफ जानता था कि वो लोग यूसुफ से जलते थे, इसके लिए किया. അപ്പോൾ അത് എന്നാൽ അതിന് പിന്നിൽ ദൈവകരം ഉണ്ടായിരുന്നു. लेकिन उसके पीछे भी परमेश्वर का हाथ था, वो जानता था. നിങ്ങൾ ചിന്തിക്കുക, जरा सोचो, നിങ്ങൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ അത് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ ആ കാര്യം പറയുന്നു. ये बात है आपको स्पष्ट रीति से जानना है, क्योंकि ये बात स्टेफानोस ने जब प्रचार किया तभी वहां पर बताया है. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 7:9 പറയുന്നുണ്ട്, प्रेरितों का कार्य उसका 7 का 9 में हम पढ़ते हैं, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞു. हाँ, प्रेरितों का कार्य 7 का 9, एक्ट्स चैप्टर 7 वर्स 9. कुलपतियों ने यूसुफ से डाहा करके उसे मिस्र देश जाने वालों के हाथ बेचा। डाया मतलब वो लोग को उस पर ईर्षा हुआ, उसको जलन हुआ कि ये आदमी इतना बड़ा और हम छोटे बोल के, वो इसके वजह से वो लोग ने डाह करके उसको बेच दिया. കണ്ടോ, അവർ വിറ്റ് കളഞ്ഞു, उसको बेच डाला. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ യോസഫ് പറയുന്നത്, നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. इसके लिए यूसुफ क्या कहता है कि तुमने मुझे बेच डाला, इसलिए तुम लोग घबराओ मत, निराश नहीं होना. നമുക്കറിയാം മറ്റനേകർക്ക് ഒരു അനുഗ്രഹമാകുവാൻ യോസഫ് എന്തായി തീർന്നു പ്രിയമുള്ളവരെ. बल्कि सभी बहुत सारे लोगों को आशीष का कारण बन जाने के लिए यूसुफ कौन सा पदवी में पहुंचा. നമ്മൾ ചിന്തിക്കുക, ദൈവം ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന വഴികൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. क्योंकि परमेश्वर किस रीति से कौन सा रास्ते से एक मनुष्य को इस्तेमाल करके सर तक पहुंचाएगा करके ये कोई मनुष्य समझ नहीं सकता. അത് നമ്മളൊന്ന് അറിയണേ. ये बात हम जानना है. ഇതിന്റെ എല്ലാം പിന്നിൽ എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? लेकिन इस सब के पीछे परमेश्वर का उद्देश्य क्या था? യോസഫ് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാതൃകയായി മാറണം. यूसुफ बहुत लोगों के लिए आशीष बन जाए और एक आदर्श बन जाए. അതിന്റെ അവസാനം 50-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, उसका 50वां अध्याय का वाक्य 20 में इस रीति से कहता है, उत्पत्ति 50 का 20, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, तुम लोग मेरे खिलाफ बुरा सोचा. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് രക്ഷ വരുത്തുക, ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. पढ़ेंगे 50 का 20, 50 verse 20. यदि तुम लोगों ने मेरे लिए बुराई का विचार किया था, परंतु परमेश्वर ने उसी बात में भलाई का विचार किया, जिससे वह ऐसा करे जैसा आज के दिन प्रकट है कि बहुत से लोगों के प्राण बचे हैं. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണേ. इसके लिए ये बात समझना प्रियो. നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകുവാൻ, നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാൻ നമുക്ക് എത്രമാത്രം നീറുന്ന അനുഭവങ്ങളിലൂടെ പോകേണ്ടത്. इसके लिए हमें दूसरों को बचाने के लिए, दूसरों का आदर्श बनने के लिए हम कितना दर्द का अवस्थे से जाना पड़ेगा. അവിടെയെല്ലാം നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. लेकिन ये सब बातों पे प्रभु पर हमें आश्रय और भरोसा करना है. നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. हमें प्रभु के चेहरे की ओर देखना है. ദൈവം ഒരിക്കലും നമ്മൾക്ക് ഒരു ദോഷം ഭവിക്കുവാൻ സമ്മതിക്കില്ല. प्रभु कभी भी हमारे खिलाफ कोई दोष का कार्य नहीं करेगा. അതാണ് ദൈവവചനത്തിൽ, ഈ വചനത്തിൽ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ, अगर ये वचन पर अगर आप आश्रय और
भरोसा करेंगे तो ഞാനൊരു കാര്യം പറയട്ടെ, मैं- നമുക്ക് ഒരിക്കലും ലജ്ജിക്കാൻ വരികയില്ല. ये बात मैं बताना चाहता हूँ, जो वचन पर आश्रय करे वो कभी लज्जित नहीं होगा। നമുക്ക് മറ്റുള്ളവർ വളരെ ദോഷങ്ങൾ പ്രവർത്തിച്ചെന്ന് വന്നേക്കാം, दूसरे लोग बहुत हमारे खिलाफ बुरा कार्य करेगा, എന്നാൽ അതെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. लेकिन वो सब भलाई के लिए बदल देने के लिए हमारा प्रभु को मुमकिन है। ഞാൻ വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ എത്രമാത്രം അന്വർത്ഥമാകുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. इसके लिए मैं मेरा व्यक्तिगत जीवन में प्रभु का ये वचन कितना मेरे अंदर प्रभावशाली कार्य होता है, ये मैं हमेशा देखता हूँ। അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണ്ടേ? ये हमारा खुद का जीवन में अनुभव होना चाहिए ना, അല്ലെങ്കിലോ नहीं तो നമ്മള് പിന്നെ നമ്മള് സദൃശ്യവാക്യം അതിന്റെ 12-21 വായിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് नीति वचन उसका 12 का 21 का शुरुआत का भाग में हम पढ़ते हैं। നീതിമാന് ഒരു തിന്മയും ഭവിക്കുകയില്ല. हाँ, वहां पर लिखा नीति वचन 12 का 21 का शुरुआत, प्रोवर्ब्स चैप्टर 12 वर्स 21 ए पार्ट। धर्मी को हानि नहीं होती है। हाँ, धर्मी को कोई भी हानि नहीं होती है। അപ്പോൾ നീതിമാന് ഒരു തിന്മയും ഭവിക്കുകയില്ല. धर्मी जन को कोई भी हानि नहीं होती है। എത്ര ഭയങ്കര അല്ലേ? कितना भयानक बात, अद्भुत बात है ना। നമ്മൾ ചിന്തിക്കുക, നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല. धर्मी जन को कोई भी बुरा बात नहीं होता। ഇതൊക്കെ നമുക്ക്, അപ്പോൾ നമ്മള് കർത്താവിൽ വിശ്വസിച്ച് നീതിയിരിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്കൊരു തിന്മ ആരെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും അത് അങ്ങനെ ഒരു തിന്മയായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കില്ല. तो इसके लिए हम लोग प्रभु यीशु मसीह विश्वास करने की वजह से धर्मी ठहराए हुए लोग हैं, तो कोई भी कितना हमारे खिलाफ बुरा बातें यदि सोचे और इच्छा रखे, चाहत रखे, तो भी परमेश्वर वो बुराई का कोई भी अनुभव हमारे जीवन में आने नहीं देगा। എത്ര വലിയ കാര്യമല്ലേ? इतना बड़ी बात है ना। നമ്മുടെ കഷ്ടം ഉണ്ടായി എന്നല്ല, इसका मतलब ये नहीं कि कष्ट नहीं होगा, നമ്മൾ ഏത് അവസ്ഥയിലും നമ്മളെ തൃപ്തരായിരിക്കുവാൻ ദൈവം പഠിപ്പിക്കും. क्योंकि हर कोई भी अवस्था क्यों ना वो आपको तृप्त कराएगा। Praise the Lord. Praise the Lord. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഏത് അവസ്ഥയിലും തൃപ്തനാകുവാൻ പഠിച്ചിട്ടുണ്ട്. क्योंकि पौलुस कहता है कि मैं कोई भी अवस्था क्यों ना हो, मैं तृप्त होने में सीखा हूँ। എന്തുകൊണ്ടാണ്? ऐसा क्यों? കാരണം കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. क्योंकि प्रभु उसके साथ था। ഈ ലോകത്തിലെ എല്ലാ നന്മയും ലഭിച്ച് അതിലുള്ള സന്തോഷമല്ല, यानी कि संसार का सारा सुकून और चैन और आनंद पाने के बाद वो ऐसा अनुभव में नहीं बोल रहा, പിന്നെ എങ്ങനെയാണ്? लेकिन कैसा? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്. प्रभु उसके साथ है और बाकी चीज कुछ भी नहीं है। അവിടെയാണ് വിഷയം. इधर है विषय। നമ്മളതേ സദൃശ്യവാക്യം 19-23 വായിക്കുന്നുണ്ട്. हम लोग वही नीति वचन 19 का 23 में हम पढ़ते हैं। नीति वचन 19 का 23। യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. Proverbs chapter 19 verse 23। എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ വായിക്കുന്നത്. Amen, पढ़ेगा। यहोवा का भय मानने से जीवन बढ़ता है और उसका भय मानने वाला ठिकाना पाकर सुखी रहता है। ठिकाना पाकर सुखी रहता है, मतलब तृप्त रहता है। इतना आशीषमय वचन है आपको दिया प्रभु ने। ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं इसलिए बताना चाहता हूँ, നമ്മൾ കർത്താവിലാണെങ്കിൽ നമുക്ക് ഏത് നിലയിലും തൃപ്തരായിരിക്കാൻ കഴിയും. हम लोग प्रभु में रहते समय में एकदम आराम और तृप्त अवस्था में बना रह सकते हैं। ഞാനത് പൗലോസിനെ പറഞ്ഞ വാക്യം ഒന്ന് വായിപ്പിച്ചോട്ടെ. उसी के साथ साथ पौलुस ने जो कहा उसको भी मैं पढ़ाना चाहता हूँ। ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യമാണ്. फिलिपियों का पुस्तक 4 का 12 में पढ़ते हैं। फिलिपियों 4:12। താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ശ്രമത്തിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. मैं दीन होना भी जानता हूँ और बढ़ना भी जानता हूँ, हर एक बात और हर सब दशाओं में मैं तृप्त होना। എല്ലാ ദിശയിലും ഏത് അവസ്ഥയിലും ഞാൻ തൃപ്തനാകാൻ പഠിച്ചിട്ടുണ്ട്. कोई भी दशा में, कोई भी अवस्था क्यों ना हो, सब अवस्थाओं में, परिस्थितियों में मैं तृप्त होना मैं सीखा हूँ। ദൈവമക്കളെ, നിശ്ചയമായും ഒരു ഭക്തന്റെ ജീവിതത്തിൽ അനേക നിലകളിലുള്ള ശോധനകളുണ്ട്. इसलिए प्रिय, एक सच्चा भक्त के जीवन में अनेक नाना प्रकार का तकलीफ और वेदना आएगा। നമ്മൾ 1 പത്രോസിൽ അതല്ലേ വായിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യം. पहला पत्रोस 1 का 7 में हम यही पढ़ते हैं ना। पहला पत्रोस 1 का 7। അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. फर्स्ट पीटर चैप्टर 1 वर्स 7। और ये इसलिए है कि तुम्हारा परखा हुआ विश्वास, जो आग से ताए हुए नाशवान सोने से भी कई अधिक बहुमूल्य है, यीशु मसीह के प्रकट होने पर प्रशंसा और महिमा और आदर का कारण ठहरे। അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന, हमें विश्वास का परखा जाना, നമ്മൾ ചിന്തിക്കാൻ കഴിയും. हमें जरा सोचना है, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. क्या इसलिए हमारे जीवन में विश्वास को परखा जाएगा। അപ്പോൾ ആ പരിശോധന
അത് എന്തിനു വേണ്ടിയാണ്? वो परखा जाने का अवस्था क्यों है? നമ്മൾ കർത്താവിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു വരാൻ വേണ്ടി. हम लोग प्रभु के लिए उपयोगी है करके ये बात साबित होकर प्रकट होने के लिए. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഏതെങ്കിലും നിലയിൽ നമ്മൾ നിരാശരാണോ? इसके लिए आज हमारे जीवन में कोई भी कारण की वजह से हम निराश है क्या? നമ്മൾ ഈ കൊറോണ കാരണം നമ്മൾ നിരാശരാണോ? हम लोग कोरोना की वजह से हम निराश है क्या? ഒരിക്കലും വേണ്ട. प्रिय, ऐसा कभी नहीं करना, നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. क्योंकि हमारे विषय में प्रभु को बहुत बड़ा उद्देश्य है. നമ്മളെ ഈ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത് നമ്മൾ വളരെ വളരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. क्योंकि हमें प्रभु इस रीति से कष्टों से प्रभु हमें गुजार कर लेकर जाते हैं ताकि आगे चलकर बहुत प्रभु के लिए फायदा हो सके, इसके लिए है. ഞാൻ അടുത്ത ഭാഗങ്ങൾ ഞാൻ അടുത്ത ദിവസം പറയാം. हमें आगे की बातें हम लोग प्रभु ने कल का दिन दिया तो बताऊंगा. ഒരുപാട് ഈ കഷ്ടത നമുക്ക് അനുവദിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് ആഴമായ ഉദ്ദേശമുണ്ട്. क्योंकि ये कष्ट से गुजारने के लिए, लेकर जाने के लिए प्रभु का बहुत बड़ा उद्देश्य और मकसद है. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ എല്ലാം പാപത്തിൽ വീഴുവാനും വീണ്ടും നമുക്ക് ഇതിയുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടാൻ ഇടയായിരിക്കും. तो इसके लिए अगर ये बातें प्रभु जो हमारे विषय में कर रहे हैं करके ये बोध अगर हमको नहीं रहेगा, वो नजरिया अगर पहचान नहीं पाएंगे तो हम गिर सकते हैं और पाप में पड़ सकते हैं. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൻ, इसलिए उद्धार पाया हुआ एक विश्वासी, നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായി. हमें सब जवाबदारी और जिम्मेदारी में हमें विश्वास योग्य रहना है. ഏത് സമയവും കർത്താവിനെ സാക്ഷിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായി. हर समय में, कोई भी समय में प्रभु के लिए गवाह बने रहने के लिए तैयार रहना है. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. हमारा प्रभु बहुत जल्दी वापस आ നമ്മുടെ रहा है. സാക്ഷ്യമാണ് മറ്റനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ. क्योंकि हमारा गवाही है दूसरों को मसीह में आने के लिए कारण बन सकता है. Praise the Lord. Praise the Lord. സാക്ഷ്യമുള്ള ജീവൻ നയിക്കാം. इसके लिए एक अच्छा गवाही वाला जीवन जिए, ഒരു മാതൃകയുള്ള ജീവൻ एक നയിക്കാം. अच्छा आदर्श वाला जीवन जिए, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായ ജീവൻ നയിക്കാം. दूसरों के लिए आशीष बन जाए, इस रीति से जिए. അങ്ങനെ നമ്മൾ ആയി തീരണമെങ്കിൽ നമുക്ക് ഈ കഷ്ടതയുടെ പാതയല്ലാതെ മറ്റൊരു പാതയില്ല. अगर ऐसा बन जाना है तो कष्ट का मार्ग में चलेगा तो ही होगा, और कोई रास्ता नहीं है. Praise the Lord. Praise the Lord. ഇതിന്റെ ആഴങ്ങള്, അതിന്റെ ഉദ്ദേശങ്ങള് നമ്മൾ ഇപ്പൊ 3 കാര്യമായുള്ളൂ, 4 കാര്യം ഇനി കിടക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. तो इसके लिए अभी तो 3 ही बातें हुआ है. कष्ट के द्वारा जो लाभ की बात है, उसका गहराई की बात है, आने वाले दिनों में प्रभु सहायता करता आगे बताऊंगा. നിങ്ങൾ പ്രാർത്ഥിക്കുക. आप लोग प्रार्थना में रहना, നിശ്ചയമായും കർത്താവ് അതിന്റെ ആഴങ്ങൾ നമുക്ക് പ്രകാശിപ്പിക്കാം. और प्रभु इस सब का गहराई की बातें प्रभु प्रकट करके देगा. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. सारा महिमा मैं प्रभु को देना चाहता हूँ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ प्रभु का अनुग्रह सब में बना रहे. ആമേൻ. आमीन.